ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അവൻ ചെയ്ത പണി ശിർക്കാണ് എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. ഇനി ആ പ്രാർത്ഥന എന്താ? ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ. വിപത്തുകളിൽ, 1-2 മിനിറ്റ് തരാം, ഇത് കഴിയട്ടെ. വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആരോട്? 1 ബിംബങ്ങളോട്, 2 ثم يجوز أن يرجع هذا إلى المعبود مما يعقل كالملائكة والأنبياء والجن والشياطين. ജിന്ന് കേട്ടപ്പോൾ ചെറി, ഇപ്പോൾ മനസ്സിലായി ജിന്നിൻ്റെ ആൾക്കാർ പോലാന്നുള്ളത്. അപ്പോൾ മലക്കുകള്, അമ്പിയാക്കള്, ജിന്ന്, ശൈത്താന്മാര്, ഇങ്ങനെ നിങ്ങൾ ആരോട് തേടിയാലും ആരോട് ഇസ്തിഗാസ ചെയ്താലും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ ഇസ്തിഗാസ ചെയ്താൽ ആരോട്? നബിയോട്, വലിയ മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട്, ആരോട് നിങ്ങൾ വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താലും അത് ശിർക്ക് തന്നെ എന്നല്ല പറയുന്നു. അപ്പൊ ഈ പണി അബൂജഹൽ ചെയ്തു, ഓ മുസ്ലിക്കായി. അബൂലഹബ് ചെയ്തു, ഓനും മുസ്ലിക്കായി. മക്കത്തെ മുസ്ലിക്കീങ്ങളൊക്കെ ചെയ്തു, ഓലൊക്കെ ചെയ്ത് ശിർക്കായി. ആ പണി നമ്മൾ ചെയ്താൽ ശിർക്കാകൂല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പം സ്വാഭാവികം പറയാമെന്ത്? അത് ബിംബുണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്? അബൂജഹൽ ലാത്ത കാര്യപ്പെട്ട ആൾ തന്നെയാണ്, മൂപ്പര് മഹാനായ മനുഷ്യനുമാണ്, കറാമത്തുണ്ടാവാം, അതുകൊണ്ട് തൽക്കാലം കാണിച്ച ആ ബിംബാണ് ഒഴിവാക്കിക്കാള്, ബാക്കി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ കച്ചറൊന്നും ഉണ്ടാവില്ല. ഇബ്രാഹിം നബിൻ്റെ ബിംബം വെച്ചിട്ട് അബൂജഹൽ തേടി. റസൂൽ എന്ത് പറയാ? അബൂജഹൽ ഇബ്രാഹിം നബി നബിയാന്ന് എനിക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ തർക്കപ്പോടെ ഈ കല്ലിതിനടി വേണോ വേണ്ടേതാ, ആ ബിംബണ്ട് ഒഴിവാക്ക്. എന്നാ എന്ത് ചെയ്യാ? തേട്ടൻ ഞാനും ഇതൊക്കെ ഒന്നെ പറയാം, നമുക്ക് ഉണ്ടാക്കുന്നയ്യാ ഇബ്രാഹിം നബിയേന്ന് തേടാം എന്ന് റസൂല് പഠിപ്പിച്ചില്ല. മറിച്ച് അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല, കേട്ടാ തന്നെയും ഉത്തരം ചെയ്യില്ല, അത് ശിർക്ക് തന്നെ എന്ന് അള്ളാഹ് വ്യക്തമായി ഖുർആനിൽ പഠിപ്പിച്ചു. ഇമാം ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അത് വിശദീകരിച്ചു. ഒരുപാട് ആയത്തുകൾ സമാനമായി വന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ശിർക്കിനെ മൂടിക്കാൻ പറ്റൂല. ആ ശിർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും ആ ആയത്തിനല്ലേ വരിക. അത് എല്ലാം ഇനിയിപ്പോൾ നിസ്കാരത്തിനായിട്ട് ആർക്കിറങ്ങിയതാ? മദീനത്തെ മുഅ്മിനീങ്ങൾക്ക് ഇറങ്ങിയതാ നിസ്കാരത്തിൻ്റെ ആയത്ത്. അത് വെച്ചിട്ട് നമ്മളൊരാൾ പറയാം ഞാൻ നിസ്കരിക്കൂല, കാരണം ആയത്ത് അത് മദീനത്തിറങ്ങിയല്ലേ, എനിക്ക് നിസ്കരിക്കാൻ ആയത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അംഗീകരിക്കൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ആ ബേസ് ശരിയല്ല. എന്നാൽ ഇങ്ങനെ നബിയാവട്ടെ, വലിയാകട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, ശൈത്താനാവട്ടെ, ആരാവട്ടെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാവട്ടെ അല്ലാതാവട്ടെ, എന്തിനടിസ്ഥാനത്തിലാണെങ്കിലും റബ്ബല്ലാത്തവരോട് വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ ദുആ ആണ്, ആ ദുആ ശിർക്കാണ്, അത് റബ്ബല്ലാത്തവർക്കുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ സുയൂത്തി റഹിമത്തുള്ളയുടെ വാചകം മുജീബ് മുസ്ലിയാർ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് ഏകദേശം. അപ്പോൾ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വഅന്ന സ്വഹാബ വഖദ് അജ്ദബു മറാത്തിൻ വദഹമതുഹും നവാഇബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഒരൊറ്റ സ്വഹാബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അപ്പോൾ ഇസ്തിസ്ഖി ഉമ്മത്തിക്ക സുയൂത്തി അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം, അദ്ദേഹം അത് തട്ടിക്കളഞ്ഞതാണ് എന്നർത്ഥം, അല്ലെങ്കിൽ സ്വഹാബി അല്ല എന്നർത്ഥം. എന്തോ ആവട്ടെ, ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? നബിക്ക് മുഅ്ജിസത്തുണ്ട് എന്ന് സ്വഹാബിയൊക്കെ മനസ്സിലാകാത്തതുകൊണ്ടല്ല, സ്വഹാബിയൊക്കെ കറാമത്തുണ്ടെന്ന് സ്വഹാബിയൊക്കെ ചെയ്യാത്തതുകൊണ്ടല്ല, മറിച്ച് അത് വെച്ച് ഇസ്തിഗാസ ചെയ്യാൻ വകുപ്പില്ല എന്ന് തന്നെ സ്വഹാബി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നെ അടുത്താക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മക്കയിലുള്ള മുശ്രിക്കുകൾക്കും അതേ ആയത്തിനെ മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനല്ലേ മറുപടി പറഞ്ഞേ? അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? അതാ പറയാൻ പോണത്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? അല്ലാന്ന് പറയാൻ പോണത്. ഈ ആയത്ത് മക്കത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ആയത്ത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മഹാന്മാരോട് ഉള്ള സഹായ അർത്ഥന ഇതിൽ പെടും എന്നതിന് പ്രമാണമായിട്ട് ഇത് ഒന്നും മനസ്സിലാക്കി തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാൾ മഹാന്മാരോടുള്ള സഹായ അർത്ഥന ശിർക്കാണ് എന്നതിന്
ഇത് പെടും, ഈ മക്ക മുസ്ലിക്കുകൾ സഹായം ചോദിക്കുന്നതിൽ പെടും എന്നതിന് ഖൗലുൽ മൗലവി ലൈസ ബി ഹുജ്ജത്തിൻ, ഒരു അസ്ല് ഇതിന് പറഞ്ഞില്ല, ഒരു തെളിവ് പറഞ്ഞില്ല. ഇന്ന തഫ്സീറിൽ മോചിതത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരാൾ സഹായം ചോദിക്കൽ ഷിർക്കാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രാമാണിക തഫ്സീർ, നിങ്ങൾ ഈ കുറേ ആയത്തുണ്ടല്ലോ ഖുർആനിൽ, ഈ ആയത്തിൽ ഏതെങ്കിലും ഒരു തഫ്സീർ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാൾ മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായം തേടിയാൽ അത് ഈ ആയത്തിൽ പെടും എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ എന്നാണ്. ഏതെങ്കിലും തഫ്സീറല്ലേ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാൾ പിന്നെ അങ്ങനെ തേടൂല. ഒന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അല്ലാതെ മറ്റാരുമില്ല. പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച അർപ്പിക്കപ്പെടാൻ, സത്യം ചെയ്യപ്പെടാൻ, വഴിപാട് കൊടുക്കാൻ, ബലിയർക്കാൻ എല്ലാത്തിനും അർഹൻ അല്ലാഹ് മാത്രം. പിന്നെ അത് വിശ്വസിച്ച ഒരാളെങ്ങനെ ഇതിന് പോവോ? അത് വിശ്വസിച്ച ഒരാൾ ഇതിന് പോവോ? ഇല്ലല്ലോ, പോവില്ല. ഇനി മറ്റൊന്ന്, അങ്ങനത്തെ ഒരാൾ തേടിയാൽ അത് ഇതിൽ പെടുന്ന ഇവിടെ പറഞ്ഞു എന്നാ. ഈ അല്ലാഹ് പറഞ്ഞെന്താ? നിങ്ങൾ അവരോട് തേടിയാൽ, ആരോട്? നബിയോട്, വലിയനോട്, മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട് നിങ്ങൾ തേടിയാൽ ആ തേട്ടം ശിർക്ക്. അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്തു? നബിയോടുള്ള തേട്ടങ്ങളൊക്കെ പെട്ടു. ഇനി കിട്ടേണ്ടത് എന്താ? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള തേട്ടത്തിനെ പറ്റി അല്ല അല്ലാഹ് ഈ പറഞ്ഞത് എന്ന് കിട്ടണം. ഇതിലിപ്പോൾ എല്ലാം പെട്ടു. നബി ഒന്ന് ഇൻതസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്തിഗാസൊക്കെ പെട്ടു. ഫിന്നവാഇബി, വിപത്തുകളിൽ. പിന്നെ അവരാരാണ്? മലക്കും നബിയും ജിന്നും ശൈത്വാനും, നാലും പെട്ടു. അപ്പോൾ അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം ഉത്തരം കേൾക്കട്ടെ. അപ്പോൾ മലക്കും ജിന്നും നബിയും ശൈത്വാനും എല്ലാവരും പെട്ടു. ആരോട് ഇസ്തിഗാസ ചെയ്താലും എന്നാണ് ആ തഫ്സീറുള്ളത്. നിങ്ങൾ ആരോട് ഇസ്തിഗാസ ചെയ്താലും, നബിയോടോ മലക്കിനോടോ ശൈത്താനോടോ ജിന്നിനോടോ വിപൽഘട്ടങ്ങളിൽ ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക്. ഇനി ആ ഇസ്തിഗാസയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലുള്ള ചോദ്യം, ആ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ പെടുകയില്ല എന്നല്ലേ തെളിയേണ്ടത്? ഇതുപ്രകാരം എല്ലാം പെട്ടു. ആരും കേട്ടിട്ട് പറയും. ഇതുപ്രകാരം എല്ലാം പെട്ടു. ഇനി ഇതിൽ പെടാത്തതുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. ഇതിൽ പെടില്ല. ഏത്? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള ചോദ്യം ഈ പറഞ്ഞ ഇസ്തിഗാസയല്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അതല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ഇൻതദ്ഉഹും എന്ന ആയത്തോ വമൻ അദ്ലമു മിമ്മൻ യദ്ഉ എന്ന ആയത്തോ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന ആയത്തോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ ആയത്ത് മുസ്ലിക്കങ്ങൾക്കല്ല, റസൂലിനോടാ. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രം. അതേതായാലും മക്കത്തെ മുസ്ലിക്കാനല്ലോ, റസൂലിനാണല്ലോ. അപ്പം നമുക്കും ബാധകമാണ്. ഇനി ഈ പറഞ്ഞ ആയത്തുകൾ ഏതെങ്കിലും വിശദീകരിച്ച ഏതെങ്കിലും തഫ്സീറിൽ ഈ പറഞ്ഞ വിളിയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലെ ചോദ്യം പെടില്ല എന്നുണ്ടെങ്കിൽ അതല്ലേ കിട്ടേണ്ടത്. അല്ലെങ്കിൽ എല്ലാം പെട്ടു എന്നല്ലേ. മുഅ്ജിസത്തോട് ചോദിച്ചാലും കറാമത്തോട് ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും ഹയ്യും ഹാദറും ഖാദിറും അല്ലാത്ത ഇൻസോ ജിന്നോ മലക്കോ ശൈത്താനോ ഏതോ ആവട്ടെ, ആരോടുള്ള ഇസ്തിഗാസയും അത് ശിർക്ക് തന്നെ എന്ന് വന്നാൽ, ഹയ്യല്ലാത്ത നബി, ഹയ്യല്ലാത്ത വലിയ്, ഹയ്യല്ലാത്ത മലക്ക്, ഹയ്യല്ലാത്ത ജിന്ന്, ഹാദറല്ലാത്ത നബി, ഗൈബായ നബി, ഖാദിറല്ലാത്ത നബി ഒക്കെ പെട്ടില്ലേ. പിന്നെ അതിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിൽ ഇസ്തിഗാസ പെടൂല എന്നാണെങ്കിൽ അതാണല്ലോ കിട്ടേണ്ടത്. ഒന്ന്. മറ്റൊന്ന്, സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വഹാബത്താരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും നബി തങ്ങളെ ഖബറിലേക്ക് വന്നിട്ട് മഴയെ തേടിയിട്ടില്ല, വസ്തഗാസു, ഇസ്തിഗാസ ചെയ്തിട്ടുമില്ല. ഒറ്റ സ്വഹാബിയും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ആ സ്വഹാബി പഠിച്ചു ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, ആ സ്വഹാബി പഠിച്ചു വമൻ അദ്ലമു മിമ്മൻ യദ്ഉ, ആ സ്വഹാബി പഠിച്ചു ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ആ സ്വഹാബി പഠിച്ചു വഅന്നൽ മസാജിദ ലില്ലാഹ്. അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും തഫ്സീറിൽ ഇതിന് ഒഴിവാണ്. മുഅ്ജിസത്ത് കറാമത്ത് ചോദിച്ചാൽ അത് ശിർക്കാവൂല, അല്ലാത്തതാണ് ഈ പറഞ്ഞ ശിർക്ക് എന്നുണ്ടെങ്കിൽ അതാണല്ലോ മുസ്ലിയാരെ കിട്ടേണ്ടത്. അപ്പം അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതിന് നബിമാരോടും മറ്റുള്ളവരോടും ചോദിച്ചാൽ പെടുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നബിമാരോട് പെടുന്നത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ
ഇബ്രാഹിം നബിൻ്റെയും മറ്റും വിഗ്രഹങ്ങൾ കഅബയിൽ പ്രതിഷ്ഠിച്ചിട്ട് കാഫിരീങ്ങളായ ആളുകൾ ഇബ്രാഹിം നബിനോട് സഹായം ചോദിച്ചിരുന്നു. അത് പെടും എന്നതാണ്. അത് ഞാൻ ചോദിച്ചത് മുഅ്മിനീങ്ങളായ ആളുകൾ പെടും എന്നതിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. അത് ഞാൻ ചോദിച്ചതിന് അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ഷിർക്ക് മുഅ്മിൻ ചെയ്താലും ഷിർക്ക്, കാഫിർ ചെയ്താലും ഷിർക്ക്, മുജാഹിദ് ചെയ്താലും ഷിർക്ക്, സുന്നി ചെയ്താലും ഷിർക്ക്, സാക്ഷാൽ കാന്തപുരം ചെയ്താലും ഷിർക്ക്, ഞാൻ ചെയ്താലും ഷിർക്ക്. ഷിർക്ക് ആര് ചെയ്താലും ഷിർക്ക് അല്ല. ഇത് തെളിവില്ലേ? ഇതിന് തെളിവില്ലേ? ഷിർക്ക് റസൂലിനോടും പറഞ്ഞു ലൈൻ അസ്തഗ്തന യഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പോരെ തെളിവ് പോലെ? അൽഹംദുലില്ലാഹ്. അപ്പൊ റസൂലിനോട് അടക്കം പറഞ്ഞ എന്താ? നബിയെ, താങ്കൾ ഷിർക്ക് ചെയ്താലും താങ്കൾ അമല് പൊളിഞ്ഞു പോകും. ഇനി സൂറത്ത് അൻആമില് 18 നബിമാരെ പേരുണ്ട്. 18 നബിമാരെ പേര്. ആ 18 നബിമാരെ പേരിൽ നിങ്ങൾ ആ ഫോൺ എടുത്തോളി. നിങ്ങൾ പണ്ട് മഞ്ചേരിക്കുന്നപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഫോൺ മങ്ങൾ ചെയ്തു. സൂറത്ത് അൻആമില് 18 നബിമാരെ പേര് പറഞ്ഞു. ഈ 18 നബിമാരെ പേര് പറഞ്ഞിട്ട് ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട 18 നബിമാര് ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞു. അപ്പം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ആദം നബി മുതൽ ഖിയാമത്ത് വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒറ്റ നിയമ: ശിർക്ക് ചെയ്താൽ പൊളിഞ്ഞു. ഓട് ചെയ്ത ശിർക്ക് എന്താ? ലാത്തയെ കാക്കണേ, ഉസ്സയെ രക്ഷിക്കണേ, ഇബ്രാഹിമിനെ സഹായിക്കണേ, ഇസ്മായിലെ സഹായിക്കണേ എന്ന് അവർ തേടി, അവർക്ക് വേണ്ടി നേർച്ച നേർന്നു, അവരെ പേര് സത്യം ചെയ്തു. വബില്ലാത വൽ ഉസ്സ വമൻ ദാന ദീനഹ വബില്ലാഹി ഇന്നല്ലാഹ മിൻഹുന്ന അക്ബറു. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, അവയുടെ കീഴ്പ്പെട്ടവരാണ് സത്യം, പടച്ച റബ്ബാണ് സത്യം. പക്ഷെ അവയേക്കാളെല്ലാം വലിയവനാണ് അല്ലാഹ്. ചെയ്ത ശിർക്ക് അതാ. മറ്റൊന്ന്, കന്നുകാലിയും കൃഷിയും ഉണ്ടായാൽ വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബൻ വഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ. സൂറത്ത് അൻആമിൽ കന്നുകാലുണ്ടായാൽ കൃഷിയുണ്ടായാൽ ഒരു വിഹിതം ഈ മഹാന്മാർക്ക്, ഒരു വിഹിതം റബ്ബിന്. ഹാദാ ലിശുറകാഇനാ, ഇത് നമ്മുടെ ശരീക്കന്മാർക്ക്, ഇത് പടച്ച റബ്ബിന്. അതവൾ ചെയ്ത ശിർക്ക് മറ്റൊന്ന്. അപ്പോൾ സത്യം ചെയ്തു ഒരു, അതേപോലെ മൃഗങ്ങളും അതേപോലെ കൃഷി ഇനങ്ങളും അവർക്ക് വേണ്ടി നേർച്ച നേർന്ന് മാറ്റിവെച്ചു. അതേപോലെ അവരോട് സഹായം തേടി. ഇൻ തദ്ഉഹും ഐ ഇൻ തസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്തു. ആ ഇസ്തിഗാസയാണ് ഓൾ ചെയ്ത ശിർക്ക് മറ്റൊന്ന്. അതേപോലെ അവർ മഹാന്മാരുടെ പേരിൽ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി. ഈ ലാത്തയും ഉസ്സയും മരിച്ചുപോയെങ്കിലും അവർ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഓല് വിശ്വസിച്ചു. വിശ്വസിച്ചു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. മുസ്ലിക്കീങ്ങൾ വിശ്വസിച്ചു. മുസ്ലിക്കീങ്ങൾ വിശ്വസിച്ചു. ഓലെ വിശ്വാസം എന്താ? ലാത്തയെയും ഉസ്സയെയും വിളിച്ചു തേടിയ ആളുടെ വിശ്വാസം എന്താ? ഇവർ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും. ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ചാലോ? രണ്ടും കണക്കനല്ലേ? ആ വിശ്വാസം നമ്മൾ വിശ്വസിക്കും. ആ കിയാസ് നിങ്ങളെ ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കൗലുൽ മൗലവി ലൈസ ബി ഹുജ്ജത്തിൻ, തെളിവല്ല. കൗലുൽ മുദ്ദഇയല്ല. നിങ്ങൾ പറയണം ഇത് അതിപ്പോ നിങ്ങളെ ഭാഗ കിയാസാണ്. അല്ല, അതിനാണ് എന്താ സുഹൃത്ത് നേരത്തെ ആയത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തെളിവായി. ഇപ്പൊ പറയാം നിങ്ങളെ വാക്കാണ്. നേരത്തെ ലൈൻ അസ്തക്തായ ആയത്തിൽ ഇപ്പൊ തെളിവല്ലേ? തെളിവ് തന്നെയാണ്. തെളിവാണ്. ശിർക്ക് സുന്നികൾ ചെയ്താലും ആര് ചെയ്താലും നബിമാര് ചെയ്താലും ആര് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ, സംശയമില്ലേ? അതേ അർത്ഥത്തിൽ ശിർക്ക് തെളിയിക്കണം. അതാ പറയണത്. ഇപ്പൊ മുശ്രിക്കുകൾ ചെയ്തത് ശിർക്കാണ്, സംശയമില്ല. അതേ അർത്ഥത്തിൽ മഹാന്മാരോടുള്ള സഹായത്തെ ശിർക്കാണ് എന്ന് അതാണ് തെളിയിക്കണത്. നിങ്ങൾ സബൂറായിരിക്കി, കേൾക്കി. ആ പ്രമാണവും പ്രമാണിയും ഒക്കെ ഉണ്ട്. നമ്മളൊപ്പം പ്രമാണമുണ്ട്. നിങ്ങൾക്ക് വേണി പ്രമാണിനെ പിടിച്ചോളി, അപ്പുറത്തുണ്ട്. അപ്പം ഏതായിരുന്നാലും എല്ലാം ഇവിടെ ബേജാറാകണ്ട, നിങ്ങൾ ഇരുന്ന് കേട്ടാൽ മതി. ഇവിടെ ശിർക്ക് മുസ്ലിങ്ങൾ ചെയ്താലും ശിർക്ക്, നമ്മൾ ചെയ്താലും ശിർക്ക്. അത് തർക്കമില്ലല്ലോ. ആട് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ, റസൂൾ ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ. ഇനി ഓട് ചെയ്ത ശിർക്ക് എന്താ? അതാണ് നോക്കേണ്ടത്. മുസ്ലിങ്ങൾ ചെയ്ത ശിർക്ക് എന്താ? ലാത്തയും ഉസ്സയും സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചോ? ഇല്ല. ലാത്തയും ഉസ്സയും ആകാശഭൂമി പടച്ചെന്ന് വിശ്വസിച്ചോ? ഇല്ല. ലാത്തയും ഉസ്സയുമാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വിശ്വസിച്ചോ? ഇല്ല. പിന്നെന്താ വിശ്വസിച്ചത്? തംലികുഹു വമാ മലക. ലാത്തക്ക് സ്വന്തമായി ഒന്നുമില്ല, അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ.
ലാത്താര മഹാനായ മനുഷ്യൻ, ഇബ്രാഹിം നബി ആര മഹാനായ നബി. അവരെക്കുറിച്ച് മുസ്ലിക്കിന്റെ വിശ്വാസം എന്താ? തംലിക്കുഹു വമാ മലക. റബ്ബേ, ലാത്തയും മുസ്സയും മനാത്തയും ഇബ്രാഹിമും ഇസ്മായിലും എല്ലാം നിന്റെ ഉടമാവകാശത്തിന് കീഴിൽ, അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. ഒരു വിശ്വസിച്ചു. പിന്നെ എന്തിനാ അവരോട് തേടിയത്? 3 കാര്യം. 1, ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ. 2, ഹഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, ഈ ലാത്തയും മുസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും എല്ലാം അള്ളാന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. 3, ഇന്നാ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ കാക്കക്കാരന്മാർ ഇങ്ങനെ ചെയ്തത്, ഞങ്ങളെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളങ്ങനെ. അതാണ് ഇവിടെയും നടക്കുന്നത്. അത് മുഅ്മിൻ ചെയ്താലും അങ്ങനെ തന്നെ. അതിന് തെളിവ് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ അബൂ വാഖിദുൽ ലൈസി എന്ന സ്വഹാബി പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ആ പോകുന്ന സമയത്ത് ഞങ്ങൾ മുശ്രിക്കീങ്ങളുടെ ഒരു മരത്തിന് സമീപം നടന്നുപോയി. സ്വഹാബിയാണ് പറയുന്നത്. മുശ്രിക്കീങ്ങളുടെ മരത്തിന് സമീപം നടന്നുപോയി. ആ മരത്തിൽ മുശ്രിക്കീങ്ങൾ വാള് തൂക്കിയിട്ട് ആ വാളുമായി പോയി യുദ്ധം ചെയ്താൽ അതിനെന്തോ ഒരു പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, റസൂലേ, അവർക്കൊരു മരമുള്ളതുപോലെ നമുക്കും ഒരു മരം വേണം. എന്തായിരുന്നാലും സ്വയം കഴിവുള്ള ഇലാഹായ മഅബൂദായ ഒരു മരം വേണമെന്ന് സ്വഹാബി ചോദിക്കുക എന്ന് ഉറപ്പാണല്ലോ. അപ്പം വാള് തൂക്കാൻ മരം വേണം. വാള് ചുമന്ന് കുഴങ്ങി ക്ഷീണിച്ചിട്ട് തൂക്കിയിടാൻ മരമാണോ ചോദിച്ചത്? അതല്ലതാനും. പിന്നെ എന്തിനാ? അവർക്കൊക്കെ മരമുണ്ടല്ലോ നബിയെ, നമുക്കും ഒരു മരം. എന്താ റസൂല് പറഞ്ഞത്? ഹാദാ കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കും വേണം ഒരു ഇലാഹ് എന്ന ചോദ്യത്തിന് തുല്യമാകുന്നു സഹാബ. ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ആ മുശ്രിക്കീങ്ങൾ ചെയ്തത് ഈ മുഅ്മിനീങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം കണ്ടപ്പോഴേക്ക് പോലും നബി തങ്ങൾ പറഞ്ഞു, ഇത് ഇലാഹ് വേണമെന്ന് പറയും പോലെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നു, ലാ വൽ കഅബ, ഇല്ല, കഅബയാണ് സത്യം. അദ്ദേഹം തിരുത്തിക്കൊടുത്തു, പറയാൻ പാടില്ല. ലാ വറബ്ബൽ കഅബ എന്ന് പറഞ്ഞു. കഅബന്റെ റബ്ബാണ് സത്യം എന്നേ പറയാവൂ, മറ്റു പറയാൻ പാടില്ല. അപ്പം മുഅ്മിൻ ചെയ്താലും ആ സംഗതി ശിർക്കായി മാറുമെന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ, അഥവാ ഇൻ തസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്താൽ. ആരോട്? കൽ അംബിയാഇ വൽ മലായികത്തി, കൽ മലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വസ് ശൈത്താനി, ജിന്നോ മലക്കോ ശൈത്താനോ അംബിയാക്കളോ ഏതോ ആവട്ടെ. അതുകൊണ്ട് അത് ശിർക്ക് തന്നെ. പിന്നുള്ള പ്രശ്നം എന്താ? ഓലെ ബിംബം വെച്ച് പൂജിച്ചു. ബിംബം വെച്ചു എന്നതല്ല മുശ്രിക്കാവാൻ കാരണം, ഓലെ വിശ്വാസമാണ് ശിർക്കിലേക്ക് എത്തിച്ചത്. ആ വിശ്വാസമാണ് ബിംബത്തെ ഉണ്ടാക്കിച്ചതവരെ കൊണ്ട്. ആ വിശ്വാസം എന്താ? ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ഇവർ ഞങ്ങൾ റബ്ബിലേക്ക് അടുപ്പിക്കും. അതാ വിശ്വാസം. ആ വിശ്വാസമല്ലേ ഇവിടെയുമുള്ളത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതും ശിർക്ക് തന്നെ. കാരണം ഇവർ റബ്ബിലേക്ക് അടുപ്പിക്കുന്നു വിശ്വസിക്കുന്നു, ഇവർ ശുപാർശ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ നബിയോട് തേടുന്നു. മാത്രവുമല്ല, നബിയുടെ അടിമയാണ് ഞങ്ങളെന്ന് ശറഫ് അനാമിൽ പറയുന്നു. അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, റസൂലെ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞങ്ങൾ. താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്ന നബിയെ, രക്ഷിക്കണേ നബിയെ, അഭയം നൽകണേ നബിയെ എന്നവിടെ പറയുന്നു. പാപം പൊറുക്കാൻ വേണ്ടി പറയുന്നു. അതേപോലെ മറ്റു പല ആവശ്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതും ശിർക്ക്, അതും ശിർക്ക്. അബൂജഹൽ ചെയ്താൽ ശിർക്ക്, അബൂബക്കർ ചെയ്താൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അബൂജഹലും പറഞ്ഞാൽ പഠിച്ചോ ഇതെന്ത് ന്യായ, ഞാൻ ചെയ്തപ്പോൾ അതിന് വലിയ പ്രശ്നം, ഇവരൊക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന അബൂജഹലും പറയില്ലേ? അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരെ വിശ്വാസമാണ് അവൾ ചെയ്ത് ശിർക്കാക്കിയത്. ആ വിശ്വാസം ഇവിടെയുണ്ട്. അതേതാ വിശ്വാസം? തംലിക്കുഹു വമാ മലക, അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ, സ്വന്തം കഴിവില്ല, സ്വയം കഴിവില്ല, കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് അവർ തന്നെ അവരെ വിശ്വാസം പഠിപ്പിച്ചു. അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിൻ്റെ ഭാഗമായി നമുക്ക് ആ പ്രയോഗം അവിടെ കാണാനും സാധിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആ വിശ്വാസം ഇവിടെയുണ്ട്. അതിനാൽ ഇതും ശിർക്ക് തന്നെ. ക്ലിയറായെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് 2-3 തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം അത് പറഞ്ഞോട്ടെ, അതാണ് മുഴുവൻ പറഞ്ഞോട്ടെ. ആ തെറ്റിദ്ധാരണ എന്താ സുഹൃത്തെ, ആ തെറ്റിദ്ധാരണ ക്ലിയർ ആക്കട്ടെ.
ബിസ്മില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. എൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചത് പിന്നെ ശിർക്ക് ആർക്കും ചെയ്യാൻ പാടില്ല. കാന്തപുര ഉസ്താദിനും ഫൈസൽ മുസ്ലിയാർക്കും എനിക്കും ഒരാൾക്കും ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് കഠിന കഠോരമാണ്, അത് വലിയ പാപമാണ്. അപ്പോൾ ഇസ്തിഗാസ ചെയ്യൽ ഈ മുജാഹിദ് മൗലവിമാരെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകളിൽ ചെന്ന് ഇസ്തിഗാസ ചെയ്താൽ റസൂലുള്ള ഉത്തരം ചെയ്യുമെന്ന് കരുതി ആര് ഇസ്തിഗാസ ചെയ്താലും ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ എൻ്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. സുമ്മ ലഇൻ ഖാമ അലാ ഖബരി, എന്നിട്ട് ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ശരിക്കും ശിർക്കാണ്. കാന്തപുര ഉസ്താദ് ചെയ്താലും ആര് ചെയ്താലും ശിർക്കാണ്. റസൂലുള്ള വളരെ വ്യക്തമായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പന്നിയെ കൊല്ലും, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശ് തച്ചെടുക്കും. നമുക്ക് തർക്കമില്ല, കുരിശ് തച്ചെടുക്കൽ ശിർക്കാണെന്നുള്ള അഭിപ്രായത്തിൽ മുജാഹിദിനും സുന്നിക്കും തർക്കമില്ല. അതുപോലെ തന്നെ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് മുജാഹിദ് സഹോദരങ്ങൾ പറയുന്നു. കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞു. അപ്പൊ ഇസ്തിഗാസ ഇതാ വളരെ റസൂലുള്ള പറയുന്നു ലഉജീബന്നഹു, ഈസാ നബിയുടെ ഖബറിൽ വന്നാൽ ഈസാ നബിക്ക് ഞാൻ ഉത്തരം ചെയ്തു. ശിർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. റസൂലുള്ള ശിർക്ക് പ്രചരിച്ചുവോ? മറുപടി പറയുക. യെസ്, കുരിശ് തകർത്താൽ ശിർക്കാണ് എന്ന് തർക്കമില്ല പറഞ്ഞാൽ എന്തെനിക്ക് മനസ്സിലായില്ല. കുരിശ് തകർക്കൽ ശിർക്ക, കുരിശ് തകർക്കൽ ശിർക്ക. ഞാൻ പറഞ്ഞത് ഈസാ നബി ഖബറുകൾ ഇസ്തിഗാസ ചെയ്യല് റസൂലുള്ള ഉത്തരം ചെയ്തു എന്നുള്ളത് അത് ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഞങ്ങൾ പറയുന്നു അത് ശിർക്കല്ല, കാരണം റസൂലുള്ള പഠിപ്പിച്ചതാണ്. എന്നാൽ നിങ്ങൾ പറയുന്നത് കുരിശ് തകർക്കല് ശിർക്കാണോ അല്ലേ എന്നുള്ള അഭിപ്രായം നമ്മൾ തമ്മിലില്ല. ഇസ്തിഗാസ ശിർക്കാന്ന അഭിപ്രായം റസൂലുള്ള പഠിപ്പിക്കാണ്. ലഉജീബന്നഹു, ഖബറിൽ വന്ന് ചോദിച്ചാൽ യാ മുഹമ്മദ് വിളിക്കുകയാണ്, ലഉജീബന്നഹു ഉത്തരം ചെയ്യും. പറയൂ, ഇത് ശിർക്കല്ലേ നിങ്ങളുടെ ഭാഷയിൽ? അല്ല, അത് ശിർക്കല്ല. ഈസാ നബി ശിർക്ക് ചെയ്തിട്ടില്ല, ഈസാ നബി ശിർക്ക് പറഞ്ഞിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അവിടെ വന്ന് ഈസാ നബി മുഹമ്മദ് നബിയോട് സഹായം തേടും എന്നെവിടെയുള്ളത്? ഇസ്തിഗാസ ചെയ്യുന്ന എവിടെയുള്ളത്? അത് പറയും. മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്നെവിടെയുള്ളത്? മുസ്നദിലെ അബൂ യഅല എന്നുള്ള ഹദീസ് ഉദ്ധരിച്ച യാ മുഹമ്മദ് അറിയോ? ഫൈസൽ മുസ്ലിയാർക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പറയൂ. നിങ്ങൾ മാന്യത കാട്ടണം. നിങ്ങൾക്ക് അറിയാം, ശരിക്കറിയാം, നിങ്ങൾ വിവരമില്ലാതെ നടിക്കരുത്. യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ലുഗത്തിന്റെ ഭാഷയൊക്കെ പഠിച്ച ആളാ, അറിയാം. യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് യാ മുഹമ്മദ് അത് ഉജീബന്നഹുന ഇവിടെ വിളിക്കാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാല് 5 3 8 3 പദത്തിൽ വിളിക്കാണ്. നമ്മളെ ഇസ്തിഗാസ ഒരു മിനിറ്റ് കഴിഞ്ഞില്ല. മുൻ പണ്ഡിതന്മാർ ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞത് ഇസ്തിഗാസ എന്നല്ല. നിങ്ങൾക്കറിയാം ഇബ്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യ അതൊന്നല്ല വിഷയം. ഇബ്നു തൈമിയ്യ അടക്കട്ടെ, അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഈസാ നബി തീരുമാനമാക്കാം. ഏതായാലും പത്തപ്പിരിയത്തുനിന്ന് വന്നില്ലേ, പത്തപ്പിരിയത്തുനിന്ന് ശ്രദ്ധിക്ക് ഏതായാലും പത്തപ്പിരിയത്തിന് വന്നില്ലേ, നമുക്കത് മുതലാകണമല്ലോ. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ പദമല്ല ചോദിച്ചത്, പദം വേണ്ട, ഇസ്തിഗാസ എന്ന പദമേ വേണ്ട. ഇവിടെ പ്രശ്നം എന്താ? മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക്, സംശയമില്ല, ആർക്കും സംശയമില്ല, സുന്നിയാക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈസാ നബി ഇസ്തിഗാസ ചെയ്യുമ്പോൾ അത് ശിർക്കാണോ? ഈസാ നബി ശിർക്ക് ചെയ്തോ എന്നാണല്ലോ ഞാൻ പറഞ്ഞു. ഈസാ നബി ഇസ്തിഗാസ ചെയ്തു എന്നതിലില്ല, മുസ്നദിലില്ല, അബൂ യഅലയിലില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഇബ്നു അസാക്കിറിലില്ല. എവിടില്ല? ഇബ്നു അസാക്കിറും ഹാക്കിമും അബൂ യഅലയും ആണല്ലോ ഉദ്ധരിച്ചത്. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞ അബൂ യഅലയിലോ, ഇനി അതല്ല പറയാൻ ബാക്കിയുള്ള ഹാക്കിമിലോ, അതല്ലെങ്കിൽ ഇബ്നു അസാക്കിറിലോ ഇത് ഉദ്ധരിച്ചെടുത്ത് എവിടെയാണ് ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ ചെന്നിട്ട് പിന്നെ ഇസ്തിഗാസ ചെയ്യും എന്നെവിടെ ഉള്ളത്? അതുണ്ടെങ്കിലേ ചോദ്യം പ്രസക്തുള്ളൂ. തരാം അവിടെ കൊടുക്കട്ടെ. പിന്നുള്ള പ്രശ്നം തന്നെ ഒരു യാണ്ടല്ലോ എന്നാ. യാണ്ട് യാ വിളിയാണ്, ഇതാ ആണ്. യാളുള്ളടത്തൊക്കെ ഇസ്തിഗാസയാ? യാ കണ്ട് ഫുള്ള് ഇസ്തിഗാസയാണോ? എന്നാ പിന്നെ ഇപ്പൊ ലോകത്ത് ഇസ്തിഗാസയാണ് അമ്പിയാക്കളും ഔലിയാക്കളും തന്നെ വേണമെന്നില്ല. വിളി കണ്ടു, അഭിസംബോധന കണ്ടു, യാ കണ്ടു, നിദ കണ്ടു, അതൊക്കെ പിന്നെ ഇസ്തിഗാസയാ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഏതെല്ലാം എന്തിനെയെല്ലാം എവിടെയെല്ലാം വിളിക്കാൻ പറഞ്ഞു, എവിടെയെല്ലാം അഭിസംബോധന പറഞ്ഞു. ഇപ്പം മാസം കണ്ടാളെ പ്രാർത്ഥന എന്താ?
അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ എന്ന പ്രാർത്ഥനയിൽ റബ്ബി വ റബ്ബുക്കല്ലാഹ്, ചന്ദ്രപ്പിയോട് പറയാ റബ്ബി വ റബ്ബുക്കൽ, എൻ്റെയും നിൻ്റെയും റബ്ബ് അല്ലയാകുന്നു. ഓഹോ, അപ്പൊ ചന്ദ്രനെയും വിളിക്ക റബ്ബി വ റബ്ബുക്കല്ലാഹ്. ഖബറിന്റെ സിയാറത്ത് പറയുമ്പോൾ സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളെ വീട്ടുകാരെ നിങ്ങൾക്ക് സലാം. അപ്പൊ എല്ലാ ഖബറിലും ചെന്ന് ഏത് ഖബറാലും എന്ത് ചെയ്യാം, വിളിക്കാം. ഇനി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ആ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എന്താ നിങ്ങളൊക്കെ പറഞ്ഞുള്ളത്? സ്വദഖത വ ബരിർത, താങ്കൾ സത്യം പറഞ്ഞു, താങ്കൾ പുണ്യവാനായി. അപ്പം മുഅദ്ദിനോടും വിളി, മുഅദ്ദിനോട് അഭിസംബോധന. അപ്പം കണ്ടതൊക്കെ ഇസ്തിഹാസ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇസ്തിഹാസ ചെയ്യാൻ പറ്റാത്ത സാധനം ലോകത്ത് ഏതുണ്ടാവില്ല. കല്ലും മരങ്ങളടക്കം മൂസാ നബി വിളിച്ചു എന്ത്? സൗബി യാ ഹജർ, സൗബി യാ ഹജർ. ഇമാം ബുഖാരി സംഭവ റസൂൽ പഠിപ്പിച്ചത് നമുക്ക്. സൗബി യാ ഹജർ, ഏ കല്ലേ എൻ്റെ വസ്ത്രം. അപ്പൊ കല്ലിനോടും ഇസ്തിഹാസ. അങ്ങനെ തന്നെയാണ് ബിംബാരാധന വന്നത്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആ സംഭവം ഉദ്ധരിച്ച സ്ഥിതിക്ക് മഹാനായ ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും പേരിൽ ഇല്ലാത്ത ഒരു കഥ, ഇല്ലാത്തൊരു അർത്ഥം, ഇല്ലാത്തൊരു ആശയം നിങ്ങൾ വെച്ച സ്ഥിതിക്ക് നിങ്ങൾ പറയേണ്ടത് ഈസാ നബി ആ ഖബറിൽ ചെന്ന് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെയുള്ളത്? നമ്മൾ ആലുവ സംവാദത്തിൽ പറഞ്ഞപ്പോൾ അന്ന് പഠിപ്പിച്ചെന്നാ ഇതിൽ ഇസ്തിഗാസ ഇല്ല എന്ന് അവിടെ പഠിപ്പിച്ചെന്നതാ. അതുകൊണ്ട് അവിടെ ഇസ്തിഗാസ എവിടെ? നിങ്ങൾ ഇപ്പൊ ചോദിച്ചെന്തിനാ ഈസാ നബി വരുമോ ഇല്ലേ പറയാനല്ല, ഖബറിൽ ചെല്ലോ ഇല്ലേ വിശദീകരിക്കാനല്ല, മറിച്ച് നിങ്ങൾ തുടങ്ങിയത് എന്താ? ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഖബറിൽ ചെന്ന് ഇസ്തിഗാസത്തെ ശിർക്ക് എന്നാണല്ലോ. അതുകൊണ്ട് ഈസാ നബി ഇങ്ങനെ ചെയ്യുമെന്ന ഹദീസിലുണ്ട്. ഈസാ നബി ശിർക്ക് ചെയ്തോ എന്നാണ് ചോദ്യം. ഇല്ല, ചെയ്തിട്ടില്ല. കാരണം ഈസാ നബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈസാ നബി ഖബറിൽ ചെന്നിട്ട് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യും എന്ന് എവിടെയുള്ളത്? അത് നിങ്ങൾ പറയും. ബാക്കി വഴുതൊന്നും വേണ്ട, അത് മാത്രം പറയാം. മൈക്ക് നിങ്ങൾ പിടിച്ചാൽ മതി, അദ്ദേഹം ആ ഉത്തരം പറയട്ടെ. ഏത് ഹദീസിൽ എവിടെ ഉള്ളത് അത് പറയണം. ആ അല്ല, നിങ്ങൾ അല്ല കൊണ്ടുപോകും, നമുക്കറിയാം. വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു പറയുന്നത് കേൾക്കണല്ലോ, അതിന് വേണ്ടിയാണ്. ഞാനൊന്നല്ല, നമ്മളെല്ലാവരും അറിയുന്ന ആളുകളാണ്, ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ സാധാരണ മുജാഹിദ് മൗലവിമാര് ഈ ഹദീസിനെ കുറിച്ച് ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാം, അത് മുഅ്ജിസത്താണ് ഞങ്ങൾ സാധാരണ പറയല്. അവന്റെ ചോദ്യം ശിർക്ക് എവിടെ പറ്റൂല, നമ്മൾക്ക് അള്ളാന്റെ പ്രശ്നമാണ്. അള്ളാന്റെ കോടതിക്ക് ഒരാളും ഉണ്ടാവില്ല, നമ്മളെല്ലാവരും ഉണ്ടാവുള്ളൂ. അപ്പൊ ശിർക്ക് ഒരാളും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സാധാരണ സ്പെഷ്യലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മുജാഹിദ് മൗലവിമാരൊക്കെ ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവരുടെ സംസാരിക്കുന്നത് മുഅ്ജിസത്താണെന്ന. അപ്പൊ ശിർക്ക് ഒരു മുഅ്ജിസത്തിലും പറ്റൂല, കാന്തപുരസ്ഥാനും പറ്റൂല, AP അബ്ദുൽ ഖാദർ മൗലവിക്കും പറ്റൂല, ആർക്കും പറ്റൂല, ഒരു നബിക്കും പറ്റൂല. കുരിശ് തച്ചൊടിച്ച് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിലൂടെ ശിർക്ക് ഉന്മൂലനം ചെയ്യാണ്. അത് മനസ്സിലായി, പറഞ്ഞു മനസ്സിലായി. ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് മുഅ്ജിസത്ത് തന്നെയാണ്, സംശയമില്ല. സുഹൃത്തെ ശ്രദ്ധിക്ക്, അത് മുഅ്ജിസത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതല്ല എന്നല്ല പറഞ്ഞത്, മുഅ്ജിസത്ത് തന്നെയാണ്, അത് ഇപ്പോഴും പറയുന്നു. പക്ഷേ മുഅ്ജിസത്തോ കറാമത്തോ അല്ലാത്തോ എവിടെയും ശിർക്ക് മുഅ്ജിസത്തിലും ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല. അതിനാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഈസാ നബിയുടെ പേരിൽ ഇല്ലാത്തത് വെച്ച് കിട്ടുക. ആ ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്ന് ഇവിടെയുള്ളത് അതല്ലേ പറയേണ്ടത്? അത് മുഅ്ജിസത്ത് തന്നെ, സംശയമല്ല. ഈസാ നബിയുടെ വരവനെ മുഅ്ജിസത്താ. ഈസാ നബി അബൂ യഅല മുസ്നദിൽ കേട്ടോളൂ, ശരിക്കും ഇസ്തിഗാസ സുമ്മ ലൈൻ കാമ അലാ ഖബരി, ശരിക്കും കേട്ടോളി. ഇസ്തിഗാസ പദം പറയണ്ട, വേണ്ട, ആ സംഗതി നിങ്ങൾ മൂലയും ഉണ്ടല്ലേ, സംഗതി പറയും. എവിടെ ഇസ്തിഗാസ കേട്ടോളൂ, വളരെ പച്ചയിലുള്ള ഇസ്തിഗാസയാണ്. സുമ്മ ലൈൻ കാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ്, റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയാ, ഞാൻ ഖബറിൽ ഉജീബന്നഹു, ഖബറിൽ നിന്ന് ഈസാ നബി ഉത്തരം ചെയ്യുന്നു. മുജാഹിദിന്റെ ഭാഷയിൽ ശിർക്ക്, സുന്നികൾക്ക് തൗഹീദ്. ഈസാ നബി ശിർക്ക് പ്രചരിപ്പിച്ചു നിങ്ങളുടെ ഭാഷയിൽ, ഞങ്ങൾക്കത് ശിർക്കല്ല, ജിന്നിനെ വിളിക്കലും ശിർക്കല്ല. അപ്പൊ ഏതായിരുന്നാലും ലഇൻ ഖാമ അലാ ഖബരി വഖാല യാ മുഹമ്മദ് ലഉജീബനഹു എന്നല്ലേ ഉള്ളൂ. ഞാൻ അപ്പുറം വായിക്കാഞ്ഞല്ലോ, അതിനപ്പുറം വായിക്കാഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് അബൂ യഅലയിലുണ്ട്, ഹാക്കിമിലുണ്ട്, ഇനി ഇബ്നു അസാക്കിർ താരീഖിലുമുണ്ട്. അവിടെയൊക്കെ പറഞ്ഞത് എന്താ? ثم لئن قام على قبري وقال يا محمد
ലഉജീബന്നഹു. ഒരാൾ പറയാ അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫൈസലേ എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഓ, ഇസ്തിഗാസക്ക് തെളിവായി, വല്ല കിട്ടലായി പോയി, വല്ല കിട്ടലായി. മൂപ്പര് പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും ഒരു തെളിവ് അതല്ലേ? അത്രയുള്ളൂ. അപ്പൊ ഇസ്തിഗാസ എവിടെ? ഇസ്തിഗാസ എവിടെ? അതിലില്ല. അത് നിങ്ങളെ വകയാണ്. അപ്പോൾ ഈസാ നബിയെ കുറിച്ച് വെറുതെ നിങ്ങളെ ആദർശം ഈസാ നബിയെ പേര് വെച്ച് കെട്ടല്ലേ? നമ്മളൊക്കെ പരസ്പരം അറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശൈലി എടുത്തതും തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, സംഗതി പറയും. അത് നിങ്ങൾ ഒതുക്കുന്നത് അങ്ങനെ താമസം മാറിയപ്പോൾ ആ പഴയ സ്വഭാവം കൊണ്ടുപോയതാണ്. അപ്പം അത് ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ സംഭവം പറയും. എവിടെ? മുഹമ്മദ് നബിയെ വിളിച്ച് ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നെവിടെ ഉണ്ട്? ആ പദം വേണ്ട, ആ പദം വേണ്ട, ഇസ്തിഗാസ എന്ന പദം വേണ്ട. മറിച്ച് എന്ത് മതി? എന്നെ സഹായിക്കണേ എന്നോ, എനിക്ക് അഭയം നൽകണേ എന്നോ. കേക്ക് ചോദ്യം കേക്ക്. മറ്റേ ആൾ പോയമാര് പിന്നെ പോകേണ്ടി വരും. അതായത് എന്നെ സഹായിക്കണേ എന്നോ, എനിക്ക് അഭയം നൽകണേ എന്നോ, എനിക്ക് മറ്റൊരു ആവശ്യം നിർവഹിച്ചു തരാനോ, ഇങ്ങതാണോ ഇസ്തിഗാസ? ഇസ്തിഗാസന ത്വലബുൽ ഗൗസീനാണല്ലോ, സഹായം ആവശ്യപ്പെടുക എന്നല്ലേ. അത് എവിടെ ഉണ്ട്? അതല്ലേ ഇസ്തിഗാസ. അല്ലെ യാ മുഹമ്മദ് വിളിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നാണോ? ആർക്കാ തർക്കമുള്ളത്? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു നമ്മളൊക്കെ വിളിക്കണില്ലേ? അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി വിളിക്കുന്നില്ലേ? അവിടെയല്ല തർക്കം. മറിച്ച് ഈസാ നബി എൻ്റെ ഖബറിങ്കൽ വന്ന് എന്നോട് ഇസ്തിഗാസ ചെയ്താൽ എന്നെവിടെ? അത് നിങ്ങൾ ഈസാ നബിയുടെ പേര് ശുദ്ധമായ കളവ് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പേര് കളവ് പറഞ്ഞു, ഹദീസിൽ ഇല്ലാത്തത് നിങ്ങൾ കൂട്ടിച്ചേർത്തു. അത് മുഴുവൻ, അതൊക്കെ വേറെ വിഷയം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങോട്ടൊന്നും പോണ്ട. ആലുവാക്കുന്നത്തിൽ സംഭവത്തിൽ നമ്മൾ പറഞ്ഞ അന്ന് 2 മറുപടി പറഞ്ഞു. അതിൽ ഒന്നെന്നെ പിടിപ്പതുണ്ട്. എന്താ പറഞ്ഞത്? അതിൽ ഇസ്തിഗാസ ഇല്ല. അത് നിങ്ങൾ കാണിച്ചു തരണം. ഏത്? മുഹമ്മദ് നബിയോട് ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യം പ്രസക്താണ്. അതില്ലാതെ കുറേ ചിർച്ചും തലാട്ടിയും കുറേ പ്രസംഗിച്ചതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയാം. ഇത് ഏത്? ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ഈസാ നബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഈ നാട്ടിൽ തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ് ഈസാ നബി. ആ ഈസാ നബി മരിച്ചുപോയവരോട് ഒരിക്കലും ഇസ്തിഗാസ ചെയ്യില്ല, ചെയ്യുന്ന പ്രശ്നമില്ല, ചെയ്തിട്ടുമില്ല. എന്തിനേറെ ഈസാ നബിനെ വിളിച്ച മനുഷ്യന്മാർക്കെതിരെ നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുന്ന ആളാണ് ഈസാ നബി. എന്ന ചോദ്യത്തിന് റബ്ബേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കാൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് തേടാൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇലാഹാക്കാൻ എന്ന് പറയുന്ന ആളാണ് ഈസാ നബി. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല വ്യക്തമാക്കി. അതുകൊണ്ട് ഈസാ നബിയുടെ പേരിൽ നിങ്ങൾ ആ പറഞ്ഞ കളവ് അത് നിങ്ങൾ ഒന്നുകിൽ തെളിയിക്കുക, അല്ലെങ്കിൽ തൗബ ചെയ്യുക. ഇവിടെ സമ്മതിച്ചോളുന്നില്ല, നിങ്ങൾ തൗബ ചെയ്താൽ മതി. ഈസാ നബി ഇസ്തിഗാസ ചെയ്യുമെന്ന് അതിലില്ല, അബൂ യഅലയിലുമില്ല, ഹാക്കിമിലുമില്ല, ഇബ്നു അസാക്കിറിലുമില്ല, എവിടെയുമില്ല. ഉണ്ടെങ്കിൽ ആ പദം നിങ്ങൾക്ക് പറയാം. ഇസ്തിഗാസ പദം വേണമെന്നില്ല. സഹായിക്കണേ എന്നോ അഭയം നൽകണേ എന്നോ ഏതാണോ ഈസാ നബി ഉപയോഗിക്കുന്ന വാക്ക് അത് നിങ്ങൾ പറയാം. മുഹമ്മദ് ഉണ്ട്, സംശയമില്ല. ലഉജീബന്നഹു ഉണ്ട്, സംശയമില്ല. ലൈൻ ഖാമ അലാ ഖബരി ഉണ്ട്, സംശയമില്ല. അതില്ല എന്നല്ല വാദം. നിങ്ങൾ പറഞ്ഞെന്താ? ഈസാ നബി ഇസ്തിഗാസ ചെയ്യുന്ന അതെവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അപ്പോഴാണ് ശിർക്ക് ചെയ്തോ ചോദ്യം പ്രസക്തമാകുന്നത്. മറ്റ് ഖബറിലേക്ക് വരാൻ പറ്റുമോ, വിളിക്കാൻ പറ്റുമോ, അതിന് വല്ല ഉത്തരം കിട്ടോ, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ശിർക്കാണോ ചെയ്തത് എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതിനാണ് ഇപ്പോൾ ശിർക്ക് ചെയ്തിട്ടില്ല. ശിർക്ക് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിച്ചെന്താ? ഇസ്തിഗാസ ചെയ്യുന്നല്ലേ? അത് ഈസാ നബി ചെയ്യുന്നില്ല. അത് ഉണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ ഇല്ല. ഉണ്ടെങ്കിൽ അത് പറയൂ, അത് പറയണം. ഉണ്ടെങ്കിൽ അത് പറയണം. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇത് പറയും, ശിർക്ക് ചെയ്യാൻ പാടില്ല, തർക്കല്ല. ഇത് നിങ്ങൾ പറയും ഈസാ നബി ഇസ്തിഗാസ ചെയ്യും എന്നെവിടെ? ഞാൻ പറയണം, അതിന് മൈക്ക് വലിക്കരുത്. നിങ്ങൾ അരമണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ പറഞ്ഞിട്ടില്ല. അരമണിക്കൂർ പറഞ്ഞ നിങ്ങൾ വന്നിട്ട് ആകെ 14 മിനിറ്റ് ആയത്. നിങ്ങൾ കസാരി വന്ന് ഇരുന്നത് 10:18 ഇപ്പൊ 10:32 14 മിനിറ്റ് ഞങ്ങൾ വന്നിട്ട്. എന്നാ പറയും. നിങ്ങൾ പറഞ്ഞു ഈസാ നബി, ഞങ്ങൾ പറയുന്നു ഇസ്തിഗാസ എവിടെ? അതിലെവിടെ ഇസ്തിഗാസ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാ. പണ്ടൊരു മുസ്ലിയാർ ഇതിലുണ്ട് എവിടെ? ഞാൻ തരൂല, ഇതിലുണ്ട്. അതെ എന്ന് പറഞ്ഞ പോലെ ഇസ്തിഗാസ ഉണ്ട്. അതിന് 33 വട്ടം ചെല്ലിയാലും ഇസ്തിഗാസ ഉണ്ടാവില്ലല്ലോ. അതിൽ ഏത് പദമായി ഇസ്തിഗാസ? അത് പറയും. ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ ചെന്നിട്ട് വിളിച്ചിട്ട് തേടുന്ന സഹായം എന്താ? ശ്രദ്ധിക്കേ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ?
മൈക്ക് തരും അതൊക്കെ തരാം. ആ മൈക്കൊക്കെ തരും. നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞുള്ളൂ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇരിക്കെ അദ്ദേഹം ഇരിക്കട്ടെ. അദ്ദേഹം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം ഇരിക്കട്ടെ. നിങ്ങൾ ഇടങ്ങാറാക്കല്ലേ. അദ്ദേഹം ഇരിക്കട്ടെ. അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി എന്നാണല്ലോ. ശ്രദ്ധിക്ക്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, സഹായം ആവശ്യപ്പെടുക. ഈസാ നബി എന്തു സഹായമാണ് മുഹമ്മദ് നബിയോട് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ അത് പറഞ്ഞാൽ മതി. മുഹമ്മദ് നബിയോട് ഖബറിൽ കിടക്കുന്ന മുഹമ്മദ് നബിയോട് എന്ത് സഹായം ചോദിച്ചാലും മുജാഹിദിന്റെ ഭാഷയിൽ ശിർക്കാണ്. ഇവിടെ അല്ല ഉജീബന്നഹു, ഖബറിൽ നിന്ന് ഞാൻ ഉത്തരം ചെയ്യും ഈസാ നബിന്റെ വിളിക്ക്. എന്തായാലും മുജാഹിദിന്റെ ഭാഷയിലെ ശിർക്കാണ്. ഇസ്തിഗാസ എന്നുള്ള പദം വേണ്ട ശിർക്കിന്. ഒരാൾ ഞാൻ ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയണ്ട. ഖബറിൽ കിടക്കുന്ന വ്യക്തി സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എന്ത് വിളിച്ചാലും ചോദിച്ചാലും ഒക്കെ ശിർക്കാണെങ്കിൽ ശിർക്കാണ്. ഞങ്ങൾ പറയുന്ന ശിർക്കല്ല. കാരണം ശിർക്കുണ്ട്. ഉജീബന്നഹു, ഖബറിൽ നിന്ന് ഞാൻ ഈസാ നബിക്ക് ഉത്തരം ചെയ്യുന്ന നബി പറയണത് മുജാഹിദിന്റെ ഭാഷയിൽ നിന്ന് റസൂലിനെ കറന്ന് ഉത്തരം ചെയ്യാൻ പാടില്ല. കാരണം റസൂലുള്ളാഹിക്ക് അതിന് കഴിവില്ല ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇസ്തിഗാസയാണ്, ശിർക്കല്ല. കാരണം അത് ശരിക്കും ഇസ്തിഗാസ എന്നുള്ള പദം വേണ്ട ഇസ്തിഗാസക്ക്. അത് നിങ്ങൾ കേട്ടോളൂ. മനസ്സിലായി. ആ പദം വേണ്ട ഞാനും പറഞ്ഞത്. പദം ആവശ്യമില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പം നിങ്ങളിങ്ങനെ വിരകയുന്നു. ആ പദം തന്നെ വേണ്ട. ഇസ്തിഗാസ എന്ന പദം ആവശ്യമില്ല. പക്ഷേ ഇസ്തിഗാസ എന്ന പദത്തിന് ത്വലബുൽ ഗൗസി എന്നാണല്ലോ അർത്ഥം. സഹായം ആവശ്യപ്പെടുക. ഈസാ നബി ചെയ്ത് ഇസ്തിഗാസയാണെങ്കിൽ ഏത് സഹായമാണ് ഈസാ നബി ആവശ്യപ്പെടുന്നത്? നേരത്തെ പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞല്ലോ, പിന്നെ അംസും സിനും താവും വന്ന ത്വലബാണ്. അത് വെച്ചിട്ടാണ് ചോദിച്ചത്. ആ ത്വലബ് എവിടെ? ഏതു സഹായമാ ചോദിച്ചത്? അതുകൊണ്ട് ഇസ്തിഗാസ എന്ന പദം നിങ്ങളുടെ വകയായി നിങ്ങൾ കൂട്ടിച്ചേർത്തു. മൂപ്പരെ പർസലായിട്ട് തോന്നും ഞങ്ങൾക്ക് ഇസ്തിഗാസയാണ്, നിങ്ങൾക്ക് ഇസ്തിഗാസ അല്ല. അപ്പൊ അദ്ദേഹത്തിന് പർസലായിട്ട് എന്താ? ഈ ഹദീസ് ഉണ്ടായതുകൊണ്ടാണ് ചെയ്യണത് തോന്നിപ്പോകും. ഈ ഹദീസ് ഉണ്ടായിട്ടാ ചെയ്യണത് തോന്നിപ്പോകും. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇനി യാ മുഹമ്മദ് ലഉജീബന്നഹു എന്നല്ലാത്ത വേറൊന്നും പറയാനില്ലല്ലോ. ഇതല്ലാത്ത വേറൊരു പദം അദ്ദേഹത്തെ പറയാനില്ല. അത് ഇപ്പം അദ്ദേഹം ഏകദേശം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പം അത് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, സഹായം ആവശ്യപ്പെടൽ. എങ്കിൽ ഈസാ നബി അവിടെ ആവശ്യപ്പെടുന്ന ഗൗസ് ഏത്? ഈസാ നബി ചോദിക്കുന്ന സഹായം ഏത്? അത് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഏതു സഹായമാ ആവശ്യപ്പെട്ടത്? അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. അമീർ പറഞ്ഞ് നോക്കണം. അമീറും അയാളും നാട്ടുകാരാണ്. അതുകൊണ്ടാണ്. അത് വേറെ കാര്യം. ഇപ്പം താമസം മാറി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി എന്നാണല്ലോ. ത്വലബുൽ നിങ്ങൾ ശ്രദ്ധിക്കണില്ല. എന്താ പത്? പിന്നെ എന്തിനും അർത്ഥമില്ലല്ലോ. ശ്രദ്ധിക്കേണ്ടി പറഞ്ഞാൽ പോലെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഗൗസി, ഗൗസ് ആവശ്യപ്പെടൽ. ഏത് ഗൗസാണ് ഈസാ നബി ആവശ്യപ്പെടുന്നത്? അതേ നമുക്ക് ആവശ്യമുള്ളൂ. ആ പദം തന്നെ വേണ്ട, അതൊന്നും ആവശ്യമില്ല. മറിച്ച് ത്വലബുൽ ഗൗസി, ഗൗസിനെ തേടൽ, സഹായത്തെ തേടൽ, അതാണല്ലോ ഇസ്തിഗാസ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അതല്ലാത്ത ഇസ്തിഗാസ ഉണ്ട്, അത് പറഞ്ഞോളി. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? ഗൗസിനെ തേടൽ, സഹായം തേടൽ. ഈസാ നബി മുഹമ്മദ് നബിന്റെ ഖബറിൽ വന്നിട്ട് ഏതു സഹായമാ ആവശ്യപ്പെടുന്നത്? അതില്ലാത്ത കാലത്തോളം പിന്നെ ദുർവ്യാഖ്യാനം വ്യക്തയില്ലേ? യാ മുഹമ്മദ് വിളിക്കുക. അതിനെ ഞാൻ പറഞ്ഞത്, ഞാൻ പറയാ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് യാ ഫൈസൽ എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറയാനർത്ഥം എന്താണ്? എന്നോട് എന്ത് ചോദിക്കാന്നാ? ഏത് ഇസ്തിഗാസം ചെയ്യാന്നാ? എന്നെ വിളിച്ച് ദ്വാരിക്കാന്നാ? എന്നോട് പ്രാർത്ഥിക്കാന്നാ? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടതുണ്ടായി? അവിടെ ആ മുഴുജിയത്ത് പറഞ്ഞത്. അതിനാ മുഴുജിയത്ത് പറഞ്ഞത് ഈസാ നബി നബിയാണ്, മുഹമ്മദ് നബി നബിയാണ്. അതുകൊണ്ടാണ് മുഴുജിയത്ത് നമ്മൾ പറഞ്ഞത്. അവിടെയും ഇസ്തിഗാസ ഇല്ല. കാരണം ഇസ്തിഗാസ ശിർക്ക് തന്നെ. ആ ശിർക്ക് മുഴുജിയത്തിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ആ ശിർക്ക് നബിയും ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്യുകയില്ല. അത് സംശയമില്ല. അതുകൊണ്ട് സഹായം ചോദിച്ചു എന്ന പദം അവിടെ ഇല്ല. ഞാൻ പദം വേണമെന്നില്ല, ആശയവുമില്ല. അതുകൊണ്ട് അത് ഇസ്തിഗാസയാണ് എന്നത് ശുദ്ധ ദുർവ്യാഖ്യാനമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇനി അടുത്താൾ ചോദിക്കാം. അടുത്താളുണ്ടെങ്കിൽ ചോദിക്കാം.
ഇനി അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ 9:30 പറഞ്ഞത്, 10:30 കഴിഞ്ഞു. ആ, എൻ്റെ പേര് മുജീബ്. ഞാൻ ഇവിടെ തന്നെ കുന്നുമൽ താഴെ താമസിക്കണം. ഇപ്പോൾ വിപൽ ഘട്ടങ്ങളിൽ അമ്പിയാക്കൾ, ജിന്ന്, മലക്ക്, ഷെയ്ത്താൻ ഇവരോട് സഹായം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇസ്തിഗാസ നടത്തിയാൽ അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, അത് വ്യക്തമായ ശിർക്കാണെന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിനോട് ഞാനിപ്പോൾ വീഴാൻ പോകുമ്പോൾ എന്നെ സഹായിക്കണേ, ഇപ്പോൾ ഈ സുഹൃത്തിനോട് ഞാൻ പറയണേ എൻ്റെ കൈയൊന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണല്ലോ, ശിർക്കല്ലല്ലോ. അതുപോലെ ഞാൻ ഇപ്പോൾ വീഴാൻ പോകുന്ന സമയത്ത് ഞാൻ പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണല്ലോ. അതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ ജിന്നിനോട് ഞാൻ എൻ്റെ കൈയൊന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കല്ല, വസീലത്തു ഷിർക്കും ഹറാമുമാണ്. അതായത് ഭൗതികമായ കാര്യം ചോദിച്ചാൽ ഷിർക്കല്ല വസീലത്തു ഷിർക്കും ഹറാമുമാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞില്ല. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഈ സുഹൃത്തിനോട് ചോദിക്കുന്ന പോലെ ആണെങ്കിൽ അതെന്തായിരിക്കണം? അനുവദനീയമാവണം. അത് ഷിർക്കല്ല, വസീലത്തു ഷിർക്കും ഹറാമുമാണെന്നാണ് പറഞ്ഞത്. ഇത് അതായത് നേരത്തെ പറഞ്ഞ, അതായത് വ്യക്തമായ ഷിർക്കാണെന്ന് പറഞ്ഞ ആ സഹായ അഭ്യർത്ഥനയല്ല, ഇത് വസീലത്തു ഷിർക്കും ഹറാമുമാകുന്ന സഹായ അഭ്യർത്ഥനയാണ് എന്നുള്ളതിന് സ്വഹീഹായ ഹദീസോ അല്ലെങ്കിൽ ആയത്തോ തെളിവായിട്ട് ഉദ്ധരിക്കാൻ കഴിയുമോ? ഭൗതികമായ സഹായം തേടിയാൽ ഷിർക്കല്ല, വസീലത്തു ഷിർക്കാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു വാദവും ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ആയത്തും ഹദീസും ഓതേണ്ട ആവശ്യവും ഇല്ല. പിന്നെ എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യം എവിടെയാണ് തർക്കം എന്ന് മനസ്സിലാക്കണം. ഇപ്പം എന്താ ഈ ഒച്ചപ്പാട് വന്നപ്പോൾ ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരടുത്തൊക്കെ ജിന്നുണ്ടെന്ന് ഇങ്ങനെ തോന്നുകയാണ്. മുന്നിൽ ജിന്നുണ്ടെങ്കിൽ, പിന്നിൽ ജിന്നുണ്ടെങ്കിൽ, അപ്പുറത്ത് ജിന്നുണ്ടെങ്കിൽ. അങ്ങാടിപ്പുറത്ത് മുഖാമുഖത്തിനോട് ചോദിച്ചാൽ എൻ്റെ കീശി ജിന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഓരോ കീശി ജിന്ന്, മറ്റോൻ്റെ പിന്നെ കുപ്പായത്തെ ജിന്ന്, മറ്റോൻ്റെ മുന്നിൽ ജിന്ന്. അപ്പോൾ ആ തോന്നൽ ഒരു അസുഖമാണ്. നമ്മൾ അങ്ങനത്തെ ആൾ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. അങ്ങനെ കുറേ ആൾക്ക് ഇപ്പോൾ തോന്നലുണ്ട്. അത് വേറൊരു അസുഖമാണ്. അതുകൊണ്ട് അത് നമ്മൾ വേറെ പറയേണ്ട വിഷയവുമാണ്. അതേസമയം താങ്കൾ തന്നെ പറഞ്ഞു, അടുത്തുള്ള ഒരു സുഹൃത്തിനോട് കൈ പിടിക്കണേ എന്ന് പറയുന്നു. പടച്ച റബ്ബിനോട് അതേ സമയത്ത് റബ്ബെ സഹായിക്കണേ എന്നും പറയുന്നു. ഈ രണ്ട് വിളിയും വ്യത്യാസമുണ്ടല്ലോ. ഒരേ ആവശ്യമാണ് രണ്ടാളും ഉന്നയിച്ചത്. രണ്ടാളുടെയും ആവശ്യം ഭൗതികമായ കാര്യവുമാണ്. എന്നിട്ടും ഭൗതികമായ കാര്യം ഇയാളോട് ചോദിച്ചപ്പോൾ ദുആ അല്ല, ഭൗതികമായ കാര്യം റബ്ബിനോട് ചോദിച്ചപ്പോൾ ദുആ ആയി. എന്തുകൊണ്ട്? അപ്പോൾ ഭൗതികമായ കാര്യം എന്നതല്ല പ്രധാനം. അഭൗതിക കാര്യമാണെങ്കിൽ പിന്നെ ഏതായാലും ദുആ തന്നെ, സംശയമില്ല. ഭൗതിക കാര്യവും ദുആ ആകുന്ന വഴിയുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. കാര്യം വീഴാൻ പോകുമ്പോൾ റബ്ബെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക കാര്യമാണല്ലോ. എന്നിട്ടും അത് ദുആ ആയി. എന്തുകൊണ്ട്? ഈ ഭൗതിക കാര്യത്തിന് അഭൗതിക വഴിയിലാണ് ഇയാൾ സഹായം പ്രതീക്ഷിച്ചത്. അഭൗതിക വഴിയിലാണ് സഹായം പ്രതീക്ഷിച്ചത്. ഇനി ആ സ്ഥാനത്ത് അള്ളാഹുവോട് ചോദിക്കുമ്പോഴും ഈ ഭൗതിക കാര്യം ഭൗതിക വഴിയിൽ ചോദിക്കുകയാണോ? പടച്ചോനെ എൻ്റെ കൈയൊന്ന് പിടിക്കണേ എന്ന് പറയാണോ? അത് റബ്ബിനെ പരിഹസിക്കലാണ്. വീഴാൻ പോകുമ്പോൾ പടച്ചോനെ കൈയൊന്ന് പിടിക്കോ എന്ന് ചോദിച്ചാൽ അത് റബ്ബിനെ പരിഹസിക്കല, കാഫിറാകുന്ന പണിയാണ്. അപ്പോൾ ഭൗതിക കാര്യം ചോദിച്ചുകൊണ്ട് മാത്രം ശിർക്കാവൂല എന്നില്ല. ഭൗതിക കാര്യം അഭൗതിക വഴിയിൽ അദൃശ്യ മാർഗത്തിലാണോ ഇയാൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ ശിർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പിൽ ജിന്നുണ്ടെന്ന് വിചാരിച്ച് എന്താവട്ടെ, ഭൗതിക കാര്യം ചോദിച്ചാൽ ശിർക്കല്ല നമ്മൾ പറഞ്ഞിട്ടില്ല. അവൻ ഏത് വിശ്വാസപ്രകാരം വിളിക്കുന്നു, ഏത് വിശ്വാസപ്രകാരം ചോദിക്കുന്നു, അവിടെയാണ് വ്യത്യാസം. അത് ജിന്നു മാത്രമല്ല, ഇൻസും ഏത് സൃഷ്ടിയും
ഏത് സൃഷ്ടിയോട് ഏത് കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോഴും ഇവൻ്റെ വിശ്വാസം എന്ത്, അതാണ് പ്രധാനം. കാരണം വിളിയിലല്ല ആദ്യം ശിർക്ക് വരിക, ശിർക്ക് വരൽ വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ ആദ്യം ശിർക്ക് വരും, ആ അടിസ്ഥാനത്തിലാണ് പിന്നെ ചോദ്യം വരിക. അപ്പോൾ എൻ്റെ വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനും സഹായിക്കാനും ഒക്കെ ജിന്നിന് കഴിയുമെന്ന വിശ്വാസമാണോ? ആ വിശ്വാസം തന്നെ തെറ്റി, ആ വിശ്വാസം തന്നെ തെറ്റി. അപ്പം ചോദ്യവും ശിർക്കായി. ഇനി അതല്ല താങ്കൾ സങ്കല്പിച്ചതുപോലെ താങ്കളുടെ മുമ്പിൽ ജിന്നുണ്ട്, വാൻ കൈ പിടിക്കാൻ അങ്ങനെ നിൽക്കേട്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് അഭൗതിക ചോദ്യമെന്നോ പ്രാർത്ഥന എന്നോ പറയാവതല്ല. പ്രാർത്ഥന എന്ന് അതിന് പറയാവതല്ല. അപ്പം താങ്കൾ സംശയം, എന്നാ പിന്നെ ഈ മനുഷ്യനോട് പറഞ്ഞ പോലെ ഇതും അനുവദനീയമാകണ്ടേന്നാ? ഇല്ല, ഈ മനുഷ്യനോട് തന്നെയും പറയുമ്പോൾ അനുവദനീയമല്ലാത്തതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ വലാത്ത ആവനു പ്രത്യേകം പറഞ്ഞു, മനുഷ്യന്മാരെ വിഷയത്തിൽ തന്നെ. അപ്പം മനുഷ്യൻ്റെ കാര്യത്തിൽ തന്നെ ഏത് സഹായം ഭൗതിക വഴി, ഭൗതികമായ വിഷയം, ഭൗതിക മാർഗത്തിൽ തന്നെയും എന്തും ചോദിക്കാൻ അനുവാദമില്ല, പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞതുണ്ട്, റസൂല് പറഞ്ഞതുണ്ട്. അത് പാടില്ല, അല്ലാത്തത് പറ്റും. ജിന്നിൻ്റെ വിഷയത്തിൽ അവരുമായുള്ള ഇത്തരം ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചു. അതുകൊണ്ട് പാടില്ല. എവിടെ പഠിപ്പിച്ചു? ഒന്ന്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇസ്തിംതാഇ. ജിന്നുകളും മനുഷ്യന്മാരും തമ്മിലുള്ള പരസ്പര സുഖമെടുക്കലുകൾ, പരസ്പര ഉപകാരമെടുക്കലുകൾ, അത് ചെയ്ത ആളുകൾ പരലോകത്ത് വന്ന് ഖേദിക്കുമെന്നും അവർക്ക് ശിക്ഷയുണ്ടാകുമെന്നും ഖുർആൻ പഠിപ്പിച്ചു. അപ്പോൾ ആ ഇസ്തിംതാഇ പാടില്ലെന്ന് കിട്ടി. മറ്റൊന്ന്, ഏതു സംഗതിയും ശിർക്കിന് വഴിവെക്കുമെങ്കിൽ അത് ഹറാമാണ്. ഏത് കാര്യം, ലോകത്തുള്ള എന്ത് വിഷയവും ശിർക്കിന് വഴിവെക്കുമോ അത് ഹറാം. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. മാ അദ്ദാ ഇലൽ ഹറാമി ഫഹുവ ഹറാം. ഹറാമിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമ്, ശിർക്കിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമ്. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഈ സാധനം, ഈ ചോദ്യം, ഈ ഭൗതികമായ ആവശ്യപ്പെടൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അത് ഹറാമ് തന്നെ. മൂന്നാമത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി വന്ന സ്വഹാബിമാരായി മാറിയ ജിന്നുകൾ ഉണ്ട്. റസൂൽ അവരുമായി സംസാരിച്ചിട്ടുണ്ട്, റസൂൽ അവരെ ഉപദേശിച്ചിട്ടുണ്ട്, ഖുർആൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നബിയോ സഹാബത്തോ ഒരു ജിന്നിനോടും ഒരു സംഗതിക്കും ഒരാവശ്യത്തിനും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ദുആ ആയതും ഇല്ല, അല്ലാത്തതും ഇല്ല. ദുആ ആയതുമില്ല, അല്ലാത്തതുമില്ല. അതുകൊണ്ട് ആ വഴി നമുക്ക് തുറക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാഹ് അനുവദിച്ചു കൊടുത്തു, അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ആ സുലൈമാൻ നബിക്കും ജിന്നിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനോട് സുലൈമാൻ നബി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രാർത്ഥിച്ചാലോ ശിർക്ക് തന്നെ. എന്നാൽ ഉപയോഗപ്പെടുത്തിയോ? പെടുത്തി. എന്തുകൊണ്ട്? ശിർക്കല്ലാത്തതുകൊണ്ട്. അപ്പം ശിർക്കായതുകൊണ്ട്, ശിർക്കല്ലാത്തതുണ്ട് എന്ന് ഖുർആന് കൊണ്ട്, ഹദീസ് കൊണ്ട്, നബിയുടെ ഈ ചര്യ കൊണ്ട്, സുലൈമാൻ നബിയുടെ നടപടി കൊണ്ട് നമുക്ക് വ്യക്തമായി. സുലൈമാൻ നബിക്കും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വകുപ്പില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഉപയോഗപ്പെടുത്താൻ വകുപ്പ് കിട്ടി, അത് ഉപയോഗപ്പെടുത്തി. നമുക്ക് പ്രാർത്ഥിക്കാൻ വകുപ്പില്ല, പ്രാർത്ഥിച്ചാൽ ശിർക്ക്. ഉപയോഗപ്പെടുത്താനും വകുപ്പില്ല, അതും പാടില്ല. അത് ഉപയോഗപ്പെടുത്തിയാൽ അത് ഹറാമ്. സുലൈമാൻ നബിക്ക് ശിർക്ക് തൗഹീദായിട്ടില്ല. ഈ നമുക്ക് ഹറാമായ കാര്യം സുലൈമാൻ നബിക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തു, അപ്പം ഹറാം അല്ലാതായി മാറി. നമുക്കത് അനുവദിച്ച് തന്നില്ല, അപ്പം അത് ഹറാമായി മാറി. അവിടെയാണ് രണ്ടും പറഞ്ഞത്. അല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നെ വിളിച്ചാൽ ശിർക്കല്ല എന്നല്ല, ആ വിളി ശിർക്ക് തന്നെ. അത്തരം ജിന്നെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ വിളി കേൾക്കാനും എനിക്കുത്തരം ചെയ്യാനും എന്നെ രക്ഷപ്പെടുത്താനും കഴിയുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലേ ഒരുത്തൻ ജിന്നിനെ വിളിക്കുള്ളൂ. അപ്പം തന്നെ ശിർക്കായി, ആ വിശ്വാസം തന്നെ ശിർക്കായി, ആ വിളിയും ശിർക്കായി. അതിൽ നമുക്ക് തർക്കമേ ഇല്ല. ഇനി ശിർക്കായ വിളിയും ശിർക്കല്ലാത്ത വിളിയും ഇനി വിളിയല്ലാത്ത ഉപയോഗപ്പെടുത്തലും ഒന്നും നമുക്കത്തരം ബന്ധങ്ങളൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല. കാരണം അതെല്ലാം അപകടമാണ്, അതെല്ലാം പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. പിശാച് ഈ അവസരം കാത്തു നിൽക്കുകയാണ്. അവൻ നമ്മുടെ ശത്രുവാണ്, അവനെ ശത്രുവായി കാണേണ്ടതാണ്. അതുകൊണ്ട് ഒരു ബന്ധവും ആ വർഗവുമായി നമുക്ക് ആവശ്യമില്ല. അത് നടത്തിയാൽ തന്നെ ശൈത്താൻ ഉപയോഗിക്കും, ശൈത്താൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ
അവൻ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കും, കുഫ്റിൽ കൊണ്ടുപോയി ചാടിക്കും, നരകാഗ്നിയുടെ പിറകാക്കി മാറ്റും. അതുകൊണ്ട് ആ വഴി നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അതായത് അപ്പോൾ ഭൗതികമായതും അഭൗതികമായതായാലും സഹായിക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാണ് അല്ലേ? അല്ല, അല്ല, അതല്ലേ പറഞ്ഞേ? അവിടെയാണ് പ്രശ്നം. ഭൗതികം അഭൗതികം എന്നതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന ഈ രംഗത്തെ മാനദണ്ഡം. ഏതു വഴിയിൽ അങ്ങനെയാണെങ്കിൽ വസീലത്തു ശിർക്കും ഹറാമുമാകുന്ന ഒരു വിളിക്കൊരു ഉദാഹരണം പറയാമോ? അതിന്റെ ഒരു ഉദാഹരണം ആവശ്യമില്ല, ഈ പറഞ്ഞ് തന്നെ ക്ലിയറാണ്. ആവശ്യമില്ല എന്നല്ല, ഒരു ഉദാഹരണം. ഇപ്പൊ ഞാൻ ഈ സുഹൃത്തിനോട് ചോദിക്കുകയാണ് എൻ്റെ കൈ പിടിക്കണേ, അപ്പൊ അങ്ങനെ പ്രാർത്ഥനയാവാത്ത വസീലത്തു ശിർക്കും ഹറാമുമാകുന്ന ഒരു വിളിക്കൊരു എക്സാമ്പിൾ പ്രാർത്ഥന ആകാത്തൊരു വിളിക്ക് വല്ല ചാൻസും ഉണ്ടോ? പ്രാർത്ഥന ആകാത്തൊരു വിളിക്ക് വല്ല ചാൻസും ഉണ്ടോ? അപ്പോൾ അതായത് നമ്മൾ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കാണ്, അതല്ലേ പറയുന്നത്? അല്ല, അതല്ലേ ചോദിച്ചത്. അതമ്മ തീരുമാനിക്കാം. എങ്ങനെ? അതമ്മ തീരുമാനിക്കാം. പ്രാർത്ഥന അല്ലാത്തൊരു വിളിക്ക്, ഇപ്പം നിങ്ങൾ ആ സുഹൃത്തിനോട് കൈ പിടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നതുപോലെ പ്രാർത്ഥന അല്ലാത്ത വല്ല വിളിയും എവിടെയെങ്കിലും ഉണ്ടാകാം എന്ന് താങ്കളെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ജിന്നിനെ വിളിക്കുന്നത്, അതായത് നമ്മളെ മനുഷ്യനെ അപേക്ഷിച്ച് ജിന്ന് ഭൗതികമല്ല അഭൗതികമാണ് എന്ന് നേരത്തെ തന്നെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെയാവുമ്പം എൻ്റെ വിളി ഇയാൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല, ഉത്തരം ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ ഞാനൊരു ജിന്നിനെ വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശിർക്ക് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജിന്നിനോട് ചോദിക്കുന്ന സഹായം ശിർക്കാവാത്ത വസീലത്തു ശിർക്കും ഹറാമുമാകുന്ന ഒരു സഹായ ചോദ്യത്തിന് ഉദാഹരണം പറയാമോ എന്നതിൻ്റെ ചോദ്യം. അത് താങ്കളെ പറഞ്ഞ ഉദാഹരണം തന്നെ വ്യക്തമാണ്. വിളി കേൾക്കോ എന്നല്ല, ഉത്തരം ചെയ്യോ എന്നല്ല, സഹായിക്കോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കും, ഉത്തരം ചെയ്യും, എന്നെ സഹായിക്കും എന്ന നിലക്കാണോ വിളി? ശിർക്ക് തന്നെ, ദുആ തന്നെ, സംശയമില്ല. ഇനി അതൊന്നുമല്ല, അങ്ങനത്തെ ഒരു വിശ്വാസം പോലില്ല. വിളി കേൾക്കുന്നോ, സഹായിക്കുന്നോ, ഉത്തരം ചെയ്യുന്നോ, അങ്ങനത്തെ ഒരു വിശ്വാസം പോലില്ല. പക്ഷെ ഓനറിയാം, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ജിന്നുകൾ നമ്മെ കാണുന്നവരാണ്, ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരാണ്, ജിന്നുകൾ ഭൂവാസികളാണ്, അവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവാം, എവിടെയും ഉണ്ടാകാം, ഇവിടെയും ഉണ്ടാകാം. ഈ വിശ്വാസമൊന്നും ശിർക്കല്ലല്ലോ. അപ്പം ഇവിടെ ജിന്നുണ്ടാവാം, അത് പ്രമാണവിരുദ്ധമല്ല. അവർക്ക് കാഴ്ച ഉണ്ടാവാം, കേൾവിണ്ടാവാം, പ്രമാണവിരുദ്ധമല്ല. ചിലപ്പോൾ ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകാം, ചിലപ്പോൾ കുറച്ച് കേട്ട് പോകാൻ പറയാം, ഇത് ഞാൻ മിഞ്ഞാന്ന് കേട്ടതാ, നീ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, പല സൈസ് ഉണ്ടാവാം. അപ്പം അവരിവിടെ ഉണ്ടാവുക എന്നുള്ളത് എന്തല്ല? പ്രമാണവിരുദ്ധമല്ല. അവർക്ക് കാഴ്ചയും കേൾവിയും ഉണ്ടാവുക എന്ന് പ്രമാണവിരുദ്ധമല്ല. ആ രംഗത്ത് അവൻ കാണുമെന്ന വിശ്വാസം ശിർക്കല്ലെങ്കിൽ, അവൻ കേൾക്കുമെന്ന വിശ്വാസം ശിർക്കല്ലെങ്കിൽ, അവൻ ഇവിടെ ഉണ്ടാകാമെന്ന വിശ്വാസം ശിർക്കല്ലെങ്കിൽ, അവിടെ രണ്ടെണ്ണം ഉണ്ടെന്ന് വന്നല്ലോ. ഇനി ആ ജിന്നിൻ്റെ കാഴ്ചയെ പറ്റിയുള്ള വിശ്വാസത്തിലും ശിർക്ക് വരുന്ന ഭാഗമുണ്ട്. കാരണം അദൃശ്യമായ കാഴ്ച അള്ളാഹ്ക്ക് മാത്രം. അദൃശ്യമായ കാഴ്ച ജിന്നിനുണ്ട് വിശ്വസിച്ചാലോ ശിർക്കായി. അദൃശ്യമായ കേൾവി റബ്ബിന് മാത്രം. അദൃശ്യമായ കേൾവി ജിന്നിനുണ്ട് വിശ്വസിച്ചാലോ ശിർക്കായി. അദൃശ്യമാർഗത്തിൽ സഹായിക്കാൻ കഴിയുക റബ്ബിന് മാത്രം. അദൃശ്യമാർഗത്തിൽ ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചാലോ ശിർക്കായി. അദൃശ്യമാർഗത്തിൽ ദോഷം വരുത്താൻ കഴിയുക റബ്ബിന് മാത്രം. അദൃശ്യമാർഗത്തിൽ ജിന്ന് ദോഷം വരുത്തും വിശ്വസിച്ചാലോ ശിർക്കായി. എന്നാൽ ജിന്നുകൾ ഇവിടെ പലരെയും സഹായിക്കാമെന്നും പലർക്കും പല ഉപദ്രവമുണ്ടാക്കാമെന്നും പ്രമാണത്തിൽ കാണുന്നു. അവർ കാണുമെന്നും കേൾക്കുമെന്നും അവർക്ക് കഴിവുണ്ട് എന്നും പ്രമാണങ്ങളിൽ കാണുന്നു. ഇത് അദൃശ്യമാർഗമല്ലേ? അപ്പോൾ നാം നേരത്തെ ശിർക്കാകാൻ പറഞ്ഞ അദൃശ്യമാർഗം എന്തോ ആ അദൃശ്യമാർഗത്തിലെ കേൾവിയും കാഴ്ചയും ജിന്നിനില്ല എന്ന് വ്യക്തമായല്ലോ. അങ്ങനെ ജിന്ന് കാണുമെന്നോ കേൾക്കുമെന്നോ ഓടുമെന്നോ ചാടുമെന്നോ വിശ്വസിക്കലോ, എന്നാ ഒന്ന് ഓടടാ ഒന്ന് ചാടടാ എന്ന് പറയലോ, അതിന് പ്രാർത്ഥന എന്ന് പറയാൻ. പക്ഷെ അത് വസിയത്തു ശിർക്കാണ്. അതിന് പ്രാർത്ഥന പറയില്ല, അത് വസിയത്തു ശിർക്കാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് ഉഖ്റുജിയ അദുവല്ലാ എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഉദാഹരണം അത് തന്നെയാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഉഖ്റുജിയ അദുവല്ലാ, അള്ളാഹുവിൻ്റെ ശത്രു പോ എന്ന് പറഞ്ഞു. അവിടെ കൽപ്പനയാണ്, നബി തങ്ങളുടെ ഓർഡറാണ്. അവിടെയാണ് അത് ദുആ എന്ന് പറഞ്ഞുകൂടാ, ജിന്നിനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ. അതൊരു കൽപ്പനയാണ്, ഒരു ഓർഡറാണ്. ഞാൻ അതിൽ നിന്ന് മാറി അതേ തത്വത്തിൽ നിന്നുകൊണ്ട് ഈ വക വിശ്വാസം ഒന്നുമില്ല, ഓന് വില കാഴ്ചയും കേൾവിയൊക്കെ ഉണ്ടാവാം, എന്തുണ്ടാവാം, ഓന് കാണുന്നുണ്ടാകാം, ഓൻ ഓടി വരെ ചാടിപ്പോവുക എന്തെങ്കിലും ചെയ്യണ കൂട്ടത്തിൽ ആ കസാര ഒന്ന് എടുക്കടാ എന്ന് പറഞ്ഞാൽ അതിന് പ്രാർത്ഥന എന്ന് പറയില്ല.
പ്രാർത്ഥന എന്ന് പറയില്ല. എന്നാൽ നമുക്കത് പറയാൻ പറ്റുമോ? അവനോട് പറയാൻ പറ്റില്ല. കാരണം അത് വെച്ച് അവൻ നമ്മളെന്ത് ചെയ്യും? തെറ്റിലേക്ക് കൊണ്ടുപോകും. നമ്മളൊന്ന് വിളിച്ചു കിട്ടാൻ കാത്തിക്കാവോന് ആ വിളിയെ അവൻ ദുരുപയോഗം ചെയ്യും. നാളെ മറ്റൊരാവശ്യമുണ്ടാകുമ്പോൾ അവൻ തന്നെ തോന്നിപ്പിക്കും ഇവനെ വിളിച്ചാൽ മതി എന്ന്. അങ്ങനെ ഘട്ടം ഘട്ടമായി കൊണ്ടുപോയി നമ്മെ ശിർക്ക് കൊണ്ടുപോയി ചാടിക്കും. അതാണ് വസിയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴി. ഞാൻ ചോദിച്ചത് എന്താ അറിയോ, അത് മനസ്സിലായി. അതായത് നമ്മള് ഇപ്പോ വസീലത്ത്, ഇപ്പൊ ഞാൻ പറയണത് ജിന്നിനോട് നമ്മൾ വിളിക്കുന്ന വിളി അല്ലെങ്കിൽ സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കും ഹറാമും ആകുന്ന വിളി ഏതാണ്? അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചൊരു ഉദാഹരണം. ആ ഉദാഹരണമാണ് ഉണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാമല്ലോ. യെസ്, നമ്മൾ വിളിക്കുന്ന ഒരു വിളിയേ ഇല്ല. നമ്മൾ വിളിക്കുന്ന, നമുക്ക് വിളിക്കാവുന്ന, നമുക്ക് വിളിക്കേണ്ടുന്ന ഒരു വിളിയേ ഇല്ല. ജിന്നിനോട് ഒരു വിളി നമുക്കില്ല, അങ്ങനെ സങ്കല്പം നമുക്കില്ല. ഇവിടെ ജിന്നുണ്ടായിക്കൂടെ, ഞാൻ വിളിച്ചു നോക്കിയാലോ, അങ്ങനെ ആലോചിക്കാനേ പാടില്ല. ഉണ്ടാവും അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നോക്കണ്ട, നമ്മൾ നോക്കേ വേണ്ട. അപ്പം നമ്മളെ സംബന്ധിച്ച് വിളിയേ ഇല്ല ഒരു ഘട്ടത്തിലും. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ഒരുത്തങ്ങനെ വിളിച്ചാൽ ഓനെ വിധി എന്താ? അവിടെ പ്രശ്നം. നമ്മളാരും വിളിക്കണമില്ല, വിളിക്കാൻ പോകണമില്ല, വിളിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരുത്തനെ വിളിക്കണോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുക, ചങ്ങായെ ചെയ്യാൻ പാടില്ല, അത് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ വകുപ്പേ നമുക്കില്ല. അപ്പം എനിക്കും താങ്കൾക്കും ഒന്നുമില്ല, അതിൻ്റെ ഒരു ആലോചന ആവശ്യം തന്നെ ഇല്ല. നമ്മൾ ഈ കാലം ജീവിതത്തിൽ എവിടെ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ ജിന്നുണ്ടെങ്കിലോ ഓലപ്പണ്ട് വന്നാലോ, എന്നാൽ പിന്നെ ഓരോട് പീടിയൊന്നുമില്ല, പിന്നെ ഇറച്ചി വാങ്ങാൻ പറഞ്ഞാലോ എന്ന് നമുക്ക് ഈ കാലം തോന്നിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ പ്രശ്നം നമുക്കില്ല, അങ്ങനത്തെ സാഹചര്യമില്ല, അങ്ങനെ വിളിക്കൂല. അതിനർത്ഥം നമ്മളോട് ചെല്ലുമ്പോൾ ഓരോ ഉണ്ടാവില്ല എന്നല്ല. ഓനെ എവിടെ ഉണ്ടാകാം, ബാത്റൂമിലുണ്ടാകാം, ബെഡ്റൂമിലുണ്ടാവാം, ജനപ്രദേശത്തുണ്ടാവാം, വിജനപ്രദേശത്തുണ്ടാവാം, കരയിലുണ്ടാവാം, കടലുണ്ടാവാം, എവിടെ ഉണ്ടാകാം. കാരണം ഒരു ഭൂമിയിൽ വസിക്കുന്നവരാണ്, ഭൂവാസികളാണ്. ഒരു എല്ലായിടത്തും ഉണ്ടാവാം, എവിടെ ഉണ്ടാകാം. എവിടെ ഉള്ളത് നമുക്കറിയില്ല. ഇന്നോടത്തുണ്ടോ നമുക്കറിയില്ല. അവിടെ ഉണ്ടാവൂലേ, അള്ളാഹു അഅലം. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കറിയാൻ വകുപ്പില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ആ ഒരു ലോകത്തെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അങ്ങോട്ട് ഇടപാടില്ല, അങ്ങോട്ടൊരു ഇടപാടുമില്ല. എന്നാൽ നമ്മൾ എടുങ്ങാറാക്കുന്നുണ്ട്. അതിന് രക്ഷപ്പെടാൻ അള്ളാഹു റസൂലും പഠിപ്പിച്ച വഴിയുണ്ട്. ആ വഴി നമ്മൾ സ്വീകരിച്ചെന്ത് ചെയ്യാം? റബ്ബിലേക്ക് കാവലിനെ തേടി, അള്ളാഹിനോട് കാവലിനെ തേടി നിന്നാൽ നമുക്ക് രക്ഷപ്പെടും ചെയ്യാം. അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ വിളിന്നില്ല. പിന്നെ ഏതെങ്കിലും അടുത്ത് എവിടെന്നെങ്കിലും ആരെങ്കിലും സങ്കല്പിച്ചുണ്ടാക്കി വിളിച്ചാൽ ഓൻ്റെ വിധി എന്ത് എന്നോടത്തേ ചർച്ച ഉള്ളൂ. അപ്പം എനിക്കും താങ്കൾക്കും ഒന്നും അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളാരും സങ്കല്പിക്കാനും പോകണില്ല, നമ്മളാരും അങ്ങനെ ജിന്നിനെ കാണാനും പോകണില്ല, ചോദിക്കാനും പോകണില്ല, ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്തിനപ്പുറത്ത് ഇല്ലാത്ത സംഗതിക്ക് നമ്മൾ ആലോചിച്ചുണ്ടാക്കി സങ്കല്പിച്ച് അതിന് ഉദാഹരണം പറഞ്ഞ് പിന്നെ ആ ഉദാഹരണം അങ്ങേപ്പുറത്ത് പോയി പറഞ്ഞ് അതിനൊക്കെ വല്ല ആവശ്യം നമുക്ക് ഉണ്ടോ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ സഹായത്തേട്ടം ഭൗതികമായ അനുവദനീയമായ സഹായത്തേട്ടമാണോ അത് റബ്ബിനോട് മാത്രം, അത് അനുവദിക്കപ്പെട്ട വഴിയിൽ മാത്രം. അഭൗതികമായ സഹായത്തേട്ടമാണോ അത് റബ്ബിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാത്ത അതിൻ്റെ അടിയിൽ വേറെ നമുക്ക് ആവശ്യമില്ല. നമ്മളെ പറ്റി ആലോചിക്കും വേണ്ട, നമ്മളെ ജിന്നിനെ പിന്നാലെ പോകും വേണ്ട. എവിടെയും വല്ല ജിന്ന് വല്ല ഇടങ്ങാറുണ്ടാക്കുകയാണെങ്കിൽ പഠിച്ചോണ്ട് കാവലിനെ തേടി രക്ഷപ്പെടാൻ ശ്രമിക്കും ചെയ്യാം. നമുക്ക് അത്രയേ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരാൾ വിളിച്ചാൽ അയാളുടെ വിധി എന്ത് എന്നുള്ളതിന് നിങ്ങൾ പറഞ്ഞത് അത് ഹറാമും വസീലത്ത് ശിർക്കുമാണ് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് സന്നിഗ്ധ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിപൽ ഘട്ടത്തിൽ മലക്കുകളോടോ ജിന്നുകളോടോ ശൈത്താനോടോ അമ്പിയാക്കളോടോ ഇസ്തിഹാസ നടത്തിയാൽ അതവർ കേൾക്കില്ല, കേട്ടാൽ ഉത്തരം ചെയ്യില്ല, അത് വ്യക്തമായ ശിർക്കുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തിനോട് എൻ്റെ കൈ പിടിക്കാൻ പറയും പോലെ ആണ് ജിന്നിനോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അങ്ങനെ ഒരാൾ ഒരു വിളി വിളിച്ചാൽ അയാളുടെ വിധി അത് വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്നുള്ളതിന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് പ്രമാണം വേണ്ടേ? ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനാണ് പറയുന്നത് വിളി തന്നെ ഇല്ല. ആ വിളി ഉണ്ടെങ്കിലല്ലേ പിന്നെ ഹുക്കം പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി ഏതെങ്കിലും ഇടത്തും വിളിച്ചാൽ എന്നല്ലേ. അങ്ങനെ ആരെങ്കിലും എവിടെയും വിളിക്കുകയാണെങ്കിൽ താങ്കൾ അവരെയും കൂട്ടിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഓൻ്റെ വിശ്വാസമൊക്കെ ചോദിക്കും. നിങ്ങൾ ഏത് വിശ്വാസത്താണ് ചോദിച്ചത്, എന്താ നിങ്ങളെ ഉദ്ദേശം, നിങ്ങളെന്താ വിളിക്കാൻ കാരണം, എന്തടിസ്ഥാനമൊക്കെയാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം അയാളെ വിശ്വാസം വെക്കാറില്ലല്ലോ. നിങ്ങൾ വിളിച്ചതാണ് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ജീവിതത്തൊക്കെ വിളിച്ചിട്ട് ആ വിളിയെപ്പറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പം കൂടെ ചോദിക്കാം, നിങ്ങളെ വിശ്വാസം എന്തായിരുന്നു? ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചാൽ എന്നല്ലേ. ആ വിളിക്കുന്നതിൻ്റെ വിശ്വാസം എന്താ നമുക്ക് പറയാൻ കഴിയില്ല.
ഓന് ചിലപ്പോൾ തലക്ക് സുഖമില്ലാത്തവനായിരിക്കും, പിന്നെ ഓനെ പറ്റി നമുക്ക് കുക്കുമ്പോൾ വരാൻ പറ്റൂല. അപ്പം അങ്ങനെ ഒരുത്തം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓനെയും കൂട്ടി വരിക. അപ്പം ഇൻഷാ നമ്മൾ ഓനെ ഇരുത്തി ചോദിക്കും എന്നോട്, നിങ്ങൾ എന്താ സുഹൃത്തുക്കൾ വിളിക്കാൻ കാരണം, പാടില്ല എന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാണോ, എന്താ നിങ്ങളെ ചെയ്യാൻ കാരണം എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഓൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയും. ഓന് ചിലപ്പോൾ തലക്ക് സുഖം ഉണ്ടോ ഇല്ലേ, ഇല്ല എന്നാൽ തലക്ക് സുഖമില്ല, എന്നാൽ പിന്നെ ഓനെ വിട്ടാളി, ഇനി ഓനെ മഴ എടുക്കാറാക്കണ്ട. സുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ മുഅ്മിനാണോ അല്ലേ, ഞാൻ മുഅ്മിനല്ല, എന്നാൽ പിന്നെ ഇനി പ്രശ്നമില്ല വിട്ടോളി. അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് ഓനെ വിശ്വാസമൊക്കെ ചോദിച്ചൊക്കെ ക്ലിയർ ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഷിർക്കായതാണോ നിങ്ങൾ ആ ചെയ്ത് ഷിർക്കാണ്, നിങ്ങൾ തൗബ ചെയ്യണം എന്ന് പറയും. അതല്ല ഷിർക്കാവൂല, അയാൾ ഒരു അബദ്ധത്തെ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാതെ ചെയ്തതാണ്, ഇവിടുത്തെ കുതിരാക്കാൻ ചോദിച്ചതാണ്. അപ്പോൾ ഏത് അർത്ഥത്തിനെ ചോദിച്ചാൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അയാൾ എന്താണോ ചോദിച്ചത് അതനുസരിച്ച് നമുക്ക് എന്താ അവിടെ വിധി പറയാം. അപ്പോൾ ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചാലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല, ഞാനും ബേജാറാകേണ്ട ആവശ്യമില്ല. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കണത് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓനെയും കൂട്ടി അപ്പം വരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഓനെ അവിടെ നിന്ന് ക്ലിയർ ആക്കാം. അല്ല നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും വിളിക്കുമോ എന്ന് വിചാരിച്ചാണ്ട് നമ്മളിപ്പോൾ ബേജാറാകണ്ടല്ലോ. പണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഏത് മുറ്റടിച്ച് വരുമ്പോൾ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞ്, അപ്പോൾ ഓള് കരഞ്ഞപ്പോൾ ഓളെ ഉമ്മ കരഞ്ഞു, അപ്പോൾ വാപ്പിയും കരഞ്ഞു, അപ്പോൾ പെരക്കാർ ഒന്നാകെ കരഞ്ഞു. അവസാനം അയൽവാസികൾ ഓടി വന്നു, എന്തെങ്കിലും കരയണോ ചോദിച്ചു, എന്താ അല്ല ഓള് കരയുന്നുണ്ട് എന്ന്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മ പറഞ്ഞു, എൻ്റെ മോള് കരഞ്ഞു, അപ്പം ഞാൻ കരഞ്ഞതാണ്. അപ്പോൾ മോളെടുത്ത് എന്തേ മോളെ കരഞ്ഞു, ഒന്നല്ല ഞാൻ അടിച്ചു വരെ ഇപ്പം ഇവിടെ ഒരു കുഴി കണ്ടു, അപ്പം ഞാനും അയച്ചു പഠിച്ചോടെ, ഞാൻ ഒരു 10-25 വയസ്സായിട്ട് എന്നെ കെട്ടിച്ച് ഒരു കുട്ടിയൊക്കെ ആയി, ആ കുട്ടി ഇവിടെ ഓടിക്കളിക്കുമ്പോൾ ഈ കുഴിക്ക് വീണ് കാലം മുറിഞ്ഞാൽ എന്തേക്കും അവസ്ഥ, അത് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണ് എന്നോട് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാങ്കല്പിക മസാലപ്പത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരുത്തങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ, അപ്പം അങ്ങനെ വിളിക്കണി ഓനെ കൂട്ടിക്കൊണ്ടുവരിക, നമുക്ക് ചോദിക്കുക, എന്താ വിളിച്ചു ചോദിക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് വിധി നമുക്ക് പറയാം. മറ്റത് നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിളി ഇല്ല. ഇനി അഥവാ വിളിക്കാൻ പല തോന്നലുകൾ ഉള്ളിലുണ്ടെങ്കിൽ ഉടനെ മാറ്റുക, വിളിക്കാൻ പാടില്ല. ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുഭവിച്ചിട്ടില്ല. ദുആ എന്തായാലും പറ്റൂല, അല്ലാത്തതും പറ്റൂല. അപ്പം അങ്ങനത്തെ വകുപ്പില്ല. നമ്മൾ നമ്മൾ അതിമ സമയം കളയണ്ട, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് ഒറ്റ പ്രാവശ്യം. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരാൾ ഇപ്പൊ നമ്മൾ വിളിക്കണേ കേട്ടാൽ നമ്മൾ അയാളെ വിളിക്കുകയാണ്, എൻ്റെ വിശ്വാസം എന്താണ്, ഈ എന്ത് വിളിയാ വിളിച്ചെന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ ഒന്ന് ശിർക്കാവുന്ന വിളിയാണ്, ഒന്ന് വസീലത്ത് ശിർക്കും ഹറാമാവുന്ന വിളിയാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അത് ഏതൊക്കെയാണ് വസീലത്ത് ശിർക്കാവുന്ന വിളിയും ഹറാമാവുന്ന വിളിയും, അതല്ല ശിർക്കാവുന്ന വിളിയും. ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അയാളെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആളില്ലല്ലോ, അങ്ങനെ ആളെന്നെ ഇല്ലല്ലോ വിളിക്കാൻ ചോദിക്കാൻ. നിങ്ങൾ ചോദിച്ചോളി. വസീലത്ത് ശിർക്കും ഹറാമും പറയുകയാണെങ്കിൽ അതിന് തെളിവ് വേണം എന്നാ ഞാൻ പറഞ്ഞത്. ആയത്ത് വേണം, ഹദീസ് വേണം. അത് ഉണ്ടോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല അല്ലേ, അതൊക്കെ ഉണ്ട്. ആയത്ത് ഞാൻ ഓതി, ആയത്തും ഉണ്ട്, ഹദീസും ഉണ്ട്, സ്വഹാബത്തിന്റെ രീതിയുണ്ട്, സുലൈമാൻ നബിന്റെ രീതിയുണ്ട്. ഇതിനോട് ഇതിലെ പറഞ്ഞില്ലേ ഹറാമും വസീലത്ത് ശിർക്കുമാകുന്ന വിളി ഏതാണ്, ആ വിളി ഹറാമും വസീലത്ത് ശിർക്കുമാണെന്ന് പറയാൻ കാരണമാക്കിയ ഹദീസോ ആയത്തോ ഏതാണെന്നുണ്ടെങ്കിൽ പറയൂ. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെടാത്തൊരു വിളിയുണ്ട്, അത് ശിർക്കായ വിളി. നമുക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടൊരു വിളിയുണ്ട്, അത് ശിർക്കായ വിളി അല്ല. കാരണം ശിർക്കായ വിളി സുലൈമാൻ നബിക്കും അനുവദിച്ചിട്ടില്ല. അല്ലാത്തൊരു വിളി അപ്പുറത്തുണ്ട്, അത് സുലൈമാൻ നബി വിളിച്ചു, കാരണം അള്ളാഹ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു. നമുക്ക് അതും അനുവദിക്കപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്കതും പറ്റില്ല. നമ്മൾ വിളിച്ചാൽ അവൻ നമ്മെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കും. കാരണം ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ അൻആമിൽ എന്ന ആയത്ത്, അതാണ് ഒന്ന്. മറ്റൊന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം, ശിർക്കിലേക്ക് വഴിവെക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹറാമ്. അതുകൊണ്ടാണ് ഖബർ കെട്ടൽ ഹറാമായത്, അതുകൊണ്ടാണ് ഹക്കജാഹ കൊണ്ടുള്ള തവസ്സുൽ ഹറാമായത്. അതൊക്കെ എന്താണ്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് രൂപമുണ്ടാക്കൽ ഹറാമായത്, കാരണം ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനമാണ്. അതൊക്കെ ആ പൊതു നിയമമാണ്. അപ്പോൾ ശിർക്കിലേക്ക് എത്തിക്കാൻ വകുപ്പുണ്ട് ആ രംഗത്ത്, അതുകൊണ്ട് അത് വസീലയാണ്, അത് ഹറാമാണ്, അത് ഇസ്ലാമിൻ്റെ പൊതു നിയമമാണ്. അൻആമിലെ ഈ ആയത്തും അതേപോലെ നബിയും സഹാബത്തും ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടായിട്ടും ഒരാളും ഒരു സംഗതിക്കും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് ആ വഴി അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നതും. അതോടൊപ്പം സുലൈമാൻ നബിക്ക് അള്ളാഹു അനുവദിച്ച് കൊടുക്കാത്ത വിളി ഏതാ, ശിർക്കായ വിളി. അത് സുലൈമാൻ നബി വിളിച്ചിട്ടില്ല, ചെയ്യാൻ അനുവദിച്ചിട്ടില്ല, അനുവദിച്ച ശിർക്ക് തന്നെ. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടൊരു വഴിയുണ്ട്, അതേതാ, അത് ശിർക്ക് അല്ലാത്തൊരു വഴിയാണ്. പക്ഷെ നമുക്ക് അതിനും അനുവാദമില്ല. അതുകൊണ്ട് എന്ത് പൂതി വെച്ചാലും ജീവിതത്തിൽ ജിന്നേന്ന് വിളിക്കാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മൾ എത്ര പൂതി വെച്ചിട്ടും കാര്യമില്ല, എങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല. മുഅ്മിനായി ജീവിക്കണ കാലത്തോളം
ജിന്നേന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക. ഏതായിരുന്നാലും നിങ്ങൾ ഇതിൽ ദീന് പഠിക്കാൻ ഇറങ്ങുക. നമ്മൾ അനാവശ്യമായി വെറുതെ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കി ഓരോരോ സങ്കല്പത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് അപകടമാണ് മതത്തിൽ. അതുകൊണ്ട് അങ്ങനത്തെ സങ്കല്പങ്ങളുടെ പിന്നാലെ പോകാതെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക, അത് പ്രമാണം വെച്ച് പരിശോധിക്കുക. നമ്മളെ സംബന്ധിച്ച് അതന്നെ പറഞ്ഞു, എത്ര വർഷം പറഞ്ഞു സുഹൃത്തെ. സുഹൃത്ത് ആമിൽ ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله എന്ന ആയത്ത് സൂറത്ത് അൻആമിൽ. അർത്ഥം അതപ്പോൾ പറഞ്ഞു, ജിന്നിനെ ഔലിയാക്കളായി ജിന്നുമായി മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്ത ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു. അല്ലാഹ് പറയും നിങ്ങളുടെ വാസസ്ഥലം ക്ലിയർ ആയല്ലോ, ഒന്നുകൂടി പറയും. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതായത് ജിന്നുകളും മനുഷ്യന്മാരും തമ്മിൽ പരസ്പരം ഉപകാരമെടുത്ത് ജീവിക്കുകയും നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ ഇവരെ പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ ജിന്നുകളോട് പറയും നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴിപഴപ്പിച്ചല്ലോ. അപ്പം മനുഷ്യന്മാർ പറയും ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു, ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി ഞങ്ങൾ എത്തുകയും ചെയ്തു, ഇപ്പോൾ ഞങ്ങൾ ചെയ്ത അബദ്ധമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അല്ലാഹ് പറയും കാലന്നാറു മസ്വാക്കും നിങ്ങളുടെ മടക്കസ്ഥലം നരകമാകുന്നു എന്ന് പറയും. ആ ആയത്തിന് വ്യക്തമായി ജിന്നുകളുമായുള്ള ഉപകാരമെടുക്കലെല്ലാം പാടില്ലാത്തതാണ്. ഒരു ഉപകാരം എടുക്കാനും പാടില്ല, ഒരു ഇസ്തിംതാഉം പാടില്ല എന്ന് വ്യക്തമായി. ഇനി അത് മനസ്സിലാവില്ല, അത് അസുഖം വേറെയാണ്. ഇനി മനസ്സിലാവണമെങ്കിൽ ഏറ്റവും നല്ല പണി ഞാൻ പറഞ്ഞുതരാം. ഇനി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ ആയത്ത് എന്താണ് എങ്ങനെയാണ് ഇത് വിശദമായി ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് സ്വസ്ഥമായി ഒന്നുകിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് ശേഷമോ സ്വസ്ഥമായ മനസ്സോടുകൂടി വന്നിരുന്ന് നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ ഈ ആയത്ത് വിശദമായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി മനസ്സിലാവും എന്താണ് എവിടെയാണ് ഹറാമും വസീലയും ആകുന്നതെന്നോട് മനസ്സിലാവും. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, പ്രവാചകന്മാരുടെ പാതയുടെ പിൻബലം നമുക്ക് ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് എത്ര നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശരി ജീവിതത്തിൽ ജിന്നേന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല. സഹോദരൻ ആ വഴിക്ക് ആലോചിക്കരുത്. ഒന്നുകിൽ അള്ളാന്ന് വിളിക്കുക, ദുആ എന്ന വിളിയെല്ലാം. അല്ലാത്ത വിളികൾ മനുഷ്യന്മാരോട് അനുവദിക്കപ്പെട്ട വഴികളിൽ വിളിക്കുക. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. 11 മണിയായി, നമ്മൾ 9:30 പറഞ്ഞു, 11 മണി വരെ പോയി. അൽഹംദുലില്ലാ ദീനിയായ ഒരു ചർച്ചയാണ്. ഈ പഠനം നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഇനിയുമുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ വിശദമായി ദീന് പഠിക്കുക. നാഥനോട് എപ്പോഴും ദുആ ചെയ്യുക. ഹക്കായി മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസ്വഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.